Hello, welcome. Today we can discuss the surface tension. This is the 10th chapter of the plus 1 text, second part, properties of fluids. Already രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ ലിക്വിഡ് പ്രഷറും വിസ്കോസിറ്റിയും ചെയ്തു കഴിഞ്ഞു. And this is the third video which deals with the surface tension. It's a particular liquid property. നമുക്ക് നോക്കി നോക്കാം എന്താണ്. For easier understanding, we must know some fundamental things. One is the something called cohesive force. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. Cohesive force എന്ന് പറയുന്ന കൺസെപ്റ്റ്. Cohesive force. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു അഡ്ഹസീവ് ഫോഴ്സ് ഉണ്ട്. അഡ്ഹസീവ് ഫോഴ്സ്. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഡ്ഹസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ, ഫെവിക്കോൾ, അഡ്ഹസീവ് അല്ലെങ്കിൽ ക്വിക്ക് ഫിക്സ് ഒക്കെ പറയുന്നില്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ അർത്ഥം. ഒരു ലിക്വിഡിലെ ലിക്വിഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സെയിം ടൈപ്പ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ബൈൻഡിങ് ഫോഴ്സ്, ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഒക്കെ നമ്മൾ വിളിക്കുന്ന പോലുള്ള ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഇസ് കോൾഡ് കോഹീസീവ് ഫോഴ്സ്. കോഹീസീവ് ഫോഴ്സ് ആണ് മോളിക്യൂൾസിനെ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നതും അതിൻ്റെ ബൈൻഡിങ് കൊടുക്കുന്നതും ആ ഷേപ്പ് കൊണ്ടുവരുന്നതൊക്കെ ഇറ്റ് ഈസ് ബൈ ദി കോഹീസീവ് ഫോഴ്സ്. Okay, then what is adhesive force? Force between two different type of molecules. Force between two different type of molecules is known as the adhesive force. For example, if in a vessel we are taking a liquid, say water, in a glass, water molecule തമ്മിലുള്ള ഫോഴ്സ് cohesive force. വാട്ടർ മോളിക്യൂളും തമ്മിലുള്ള cohesive force. വാട്ടർ മോളിക്യൂളും ഗ്ലാസിൻ്റെ മോളിക്യൂളും വാട്ടറും ഗ്ലാസും തമ്മിലെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നിടത്ത് വാട്ടർ വിൽ സ്റ്റിക്ക് ഓൺ ദി ഗ്ലാസ് അല്ലേ. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വാട്ടർ ഗ്ലാസും പറ്റി പിടിച്ചിട്ടുണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദി അഡ്ഹസീവ് ഫോഴ്സ്. ദി ഫോഴ്സ് ബിറ്റ്വീൻ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ ആൻഡ് ദി ലിക്വിഡ് ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഇസ് കോൾഡ് ദി അഡ്ഹസീവ് ഫോഴ്സ്. മനസ്സിലായല്ലോ. ഈ കോഹീസീവ് ഫോഴ്സും അഡ്ഹസീവ് ഫോഴ്സും ഒക്കെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടിക്ക് കാരണം. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് ദി സർഫസ് ടെൻഷൻ എന്ന കൺസെപ്റ്റ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്. സോ ബൈ ഡെഫിനിഷൻ വി ക്യാൻ സേ ദാറ്റ് ദി ലിക്വിഡ് സർഫസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെമ്പറൈൻ. ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു മെമ്പറൈൻ അല്ലെങ്കിൽ ഒരു മെമ്പറൈൻ നമ്മളിങ്ങനെ വലിച്ച് ടൈറ്റാക്കിയ പോലെ ലിക്വിഡ് സർഫസ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ച് വലിച്ച് കെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ വായ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വലിച്ച് കെട്ടുമ്പോൾ ഇറ്റ് വിൽ ബി ടൈറ്റ്. അതുപോലെയാണ് അത്ര ലിക്വിഡ് സർഫസ്. നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അല്ലേ. കൈ കൊണ്ട് അമർത്തിയ വെള്ളത്തിലേക്ക് കൈ ഇറങ്ങി പോകുന്നുണ്ട്. ബട്ട് വി ക്യാൻ ജെന്റിലി പ്ലേസ് എ സ്മോൾ നീഡിൽ ഓൺ ദി വാട്ടർ സർഫസ്. വാട്ടർ വിൽ സപ്പോർട്ട് ഇറ്റ്. ജസ്റ്റ് ലൈക്ക് എ മെംബ്രെയിൻ, വാട്ടർ വിൽ സപ്പോർട്ട് ഇറ്റ്. ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഇസ് കോൾഡ് ദി സർഫസ് ടെൻഷൻ. സപ്പോർട്ട് ചെയ്യുന്നതിനല്ല സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ദി ലിക്വിഡ് സർഫസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആൻഡ് ദർ വിൽ ബി എ ഫോഴ്സ്. മെംബ്രെയിൻ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷീറ്റ്, ബലൂൺ ഷീറ്റ് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫോഴ്സ് വിൽ ബി ഓൺ സൈഡ് വൈസ്. സോ ലിക്വിഡ് സർഫസുമേ സൈഡ് വൈസ് ഒരു ഫോഴ്സ് ഉണ്ട്. ദർ വിൽ ബി എ ഫോഴ്സ് പാരലൽ ടു ദി ലിക്വിഡ് സർഫസ്. ദർ വിൽ ബി എ ഫോഴ്സ് പാരലൽ ടു ദി ലിക്വിഡ് സർഫസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സർഫസ്. ആൻഡ് ഡ്യൂ ടു ദാറ്റ് ഫോഴ്സ് ദി ലിക്വിഡ് സർഫസ് ഈസ് ഇൻ ടെൻഷൻ. വളരെ ടൈറ്റ് ആയിട്ടാണ് ലിക്വിഡ് സർഫസ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് അതുകൊണ്ടാണ് ലിക്വിഡ് ഇങ്ങനെ കർവിടുന്നല്ലോ. ഇറ്റ് ഈസ് അണ്ടർ ടെൻഷൻ. ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. Surface is under tension and that force is called surface tension force. ഒരു ലൈവ് എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറയുന്നത് എല്ലായിടത്തും കാണാൻ, നമുക്ക് നോക്കി നോക്കി എന്താണെന്ന്. ഒരു ഫ്രെയിം, ഒരു സർക്കുലർ ഫ്രെയിം, കമ്പി വളച്ചൊരു സർക്കുലർ ഫ്രെയിം. ബോർഡ് എക്സാമിനേഷന് വേണ്ടി മാത്രമാണത്. നൗ ഇറ്റ് ഈസ് ഡിപ്പ് ഇൻ എ ലിക്വിഡ്. അത് പുറത്തെടുക്കുക. സോപ്പ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പിൻ്റെ ഒരു ഫിലിം ഫോം ചെയ്യും. ഈ ഫിലിം ഫോം ചെയ്യുന്നതൊക്കെ സർഫസ് ടെൻഷനാണ് എൻ്റെ കാരണം. ഫിലിം ഫോം ചെയ്യാനുള്ള കാരണം സർഫസ് ടെൻഷനാണ്. സർഫസ് ഒരു മെമ്പറൈൻ പോലെ പ്ലാസ്റ്റിക് വലിച്ച് നീട്ടിയ പോലെ ഫ്രെയിമും ഇങ്ങനെ ഇരിക്കുന്നു. നൗ പുട്ട് എ സ്മോൾ ലൂപ്പ് ഓഫ് ത്രെഡ് കൊണ്ട് ഒരു റിങ് പോലെ ലൂപ്പ് പോലെ വളച്ചിട്ട് മിൽക്കിടുക. അപ്പോൾ അതിങ്ങനെ കിടക്കുന്നുണ്ടാകും ലിക്വിഡ് സർഫസ്. ആൻഡ് യൂസിങ് എ നീഡിൽ ബ്രേക്ക് അറ്റ് ദി സെൻറ്റർ. കെയർഫുള്ളി ബ്രേക്ക് അറ്റ് ദി സെൻറ്റർ. സഡൻലി this framing in this loop will take a circular shape.
ഉള്ളിലൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ആ ഫിലിം ഒരു സർക്കുലർ ഷേപ്പിലേക്ക് സെൻറ്ററിൽ ഫോം ചെയ്യുന്നു. ഇറഗുലറായിട്ട് കിടക്കുന്ന ലൂപ്പ് ദെൻ വാട്ട് ഈസ് ദി റീസൺ? ഫോർ എ given perimeter, circle has the maximum surface area. Circle has the maximum surface area. Given perimeter കൊണ്ട് നിങ്ങൾക്കൊരു സ്ക്വയർ ഉണ്ടാക്കാം, റെക്ടാങ്കിൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കാം. ബട്ട് ദി മാക്സിമം ഏരിയ ഈസ് ഫോർ ദി സർക്കിൾ. അപ്പോൾ ഇത് മാക്സിമം ആൻഡ് ദിസ് ഈസ് മിനിമം. അപ്പം മെംബ്രെയിൻ അല്ലെങ്കിൽ സർഫസ് ഫിലിം ഈസ് ട്രൈങ് ടു ബി മിനിമൈസ്. ഫിലിം മിനിമം ആകാനായിട്ട് സർഫസ് മിനിമം ആകാൻ ശ്രമിക്കുന്നു. ഫിലിം സർഫസ് മിനിമം ആകാൻ ശ്രമിക്കുന്നു. ഇവിടെ മാക്സിമം ഉണ്ടാകുന്നു. ദർ വിൽ ബി എ ഫോഴ്സ് ടു ഓൾ സൈഡ്സ്. ഈ ലൂപ്പിനെ ഫിലിം എല്ലാ വശത്തേക്കും ഉള്ളിലേക്ക് വലിച്ച് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലെ, ബലൂൺ ഇങ്ങനെ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ബലൂൺ ഹാസ് എ ടെൻഡൻസി ടു ദാറ്റ് ബലൂൺ മെംബ്രെയിൻ റബ്ബർ ഹാസ് എ ടെൻഡൻസി ടു ഗോ ബാക്ക്. അതുപോലെ തന്നെ ബലൂൺ വരുന്നത് സർഫസ് ടെൻഷനിലല്ല, ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഇലാസ്റ്റിസിറ്റി. സിമിലർലി ലിക്വിഡ് സർഫസിലെ ആ ഒരു ടെൻഡൻസി വരെയാണ് ഫിലിമിനെ മിനിമൈസ് ചെയ്യാനുള്ള ശ്രമം. അവരെല്ലാ വശത്തു നിന്നും ഇതിനെ പിടിച്ചു വലിച്ച് ഇന്നർ ഏരിയ മാക്സിമം ആക്കും. സോ ദിസ് വിൽ ബി ദി ഔട്ടർ ഏരിയ വിൽ ബി മിനിമം. ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ് ഇവിടെ കാണുന്നത്. 2 പ്രോപ്പർട്ടികളാണ് കാണുന്നത്. അതിനാണ് ഈ ഡെമോൺസ്ട്രേഷൻ എടുക്കുന്നത്. ഒന്ന്, സർഫസ് ടെൻഷൻ. ഡ്യൂ ടു സർഫസ് ടെൻഷൻ the liquid surface is just like a stretched membrane to sidewise. 2, surface tension force has a tendency to minimize the surface. Surface tension has a tendency to minimize the surface. ഈ 2 പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദി റീസൺ ഫോർ സർഫസ് ടെൻഷൻ? ഇവിടെ കുട്ടികൾ തെറ്റിക്കാറുണ്ട്. സർഫസ് ടെൻഷൻ ഫോഴ്സ് അല്ല, സർഫസ് ടെൻഷൻ ഫോഴ്സിന് കാരണം എന്താണ്? വളരെ വിചിത്രമായ ഒരു കൺസെപ്റ്റാണിത്. ഒരു കണ്ടെയ്നർ filled with the liquid, just say water, it is filled with the water, and consider a molecule well inside. Consider a molecule well inside. Surely the nearby molecule will, there is a attractive force between this. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്ന് സംശയമുണ്ട് അല്ലേ? അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അട്രാക്ട് ചെയ്തോ ഇയാൾ അട്രാക്ട് ചെയ്തോ സംശയമുണ്ട്. പോട്ടെ, ഇവിടെ ഒരു മോളിക്യൂൾ. അപ്പം നമ്മൾ വിചാരിച്ച ഈ മോളിക്യൂളിൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന മോളിക്യൂള് അതിന് 2 വശത്തേക്ക് പിടിച്ചു വലിക്കാൻ നോക്കും. ഒരാൾ ഇങ്ങോട്ടും ഒരാൾ അങ്ങോട്ടും പിടിച്ചെടുക്കുന്നു. ബട്ട് ബോത്ത് ആർ സെയിം, ബോത്ത് ഫോഴ്സസ് ആർ സെയിം. കാരണം ഒക്കെ മോളിക്യൂളാണ്, സെയിം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെങ്കിൽ ഫോഴ്സ് വിൽ ബി സെയിം. സോ ഇങ്ങോട്ടൊരാൾ പിടിച്ചെടുക്കുന്ന പോലെ ഇങ്ങോട്ടൊരാൾ പിടിച്ചെടുക്കുന്നു. സോ ദിസ് 2 ഫോഴ്സസ് വിൽ ക്യാൻസൽ ഈച്ച് അതർ. ദി മോളിക്യൂൾ റിമൈൻസ് ദർ. അപ്പോഴാണ് ഇങ്ങോട്ടൊരാൾ പിടിച്ചു വലിക്കുന്നു, ഇങ്ങോട്ടൊരാൾ പിടിച്ചു വലിക്കുന്നു. ഇങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ട് പിടിച്ചു വലിച്ചാലും അതിന് ഓപ്പോസിറ്റ്, കാരണം നിറച്ച് മോളിക്യൂൾസ് ആണ്. ഈ 1 മോളിക്യൂൾ pulls a molecule to one side, and there is another molecule to pulls this molecule to other side. So as a result, അങ്ങനെ സ്പിയർ പോലെയാണ് സെൻറ്ററിലിരിക്കുന്ന മോളിക്യൂളിൻ്റെ എല്ലാ വശത്തേക്കും, മുകളിലേക്ക്, താഴേക്ക്, സൈഡിലേക്ക് ഒക്കെ പിടിച്ചു വലിക്കുന്നവരുണ്ട്. ബട്ട് ഓൾ ആർ ഈക്വൽ ഫോഴ്സസ്. So center particle will remain there. Central molecule will remain there without any movement under the action of thousands or lakhs of forces. All these molecules pulling the central molecule we can consider as a spherical shape. Sphere. Molecule sphere എന്നല്ല പറയുന്നത്, the locus of molecule. അവരെല്ലാവരും കൂടി ഒരു സ്പിയറിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. ആ സ്പിയറിൻ്റെ സർഫസിലിരിക്കുന്ന എല്ലാവരും സെൻട്രൽ മോളിക്യൂളിനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നു. So there is no net force on the molecule, net motion. ഓക്കെ, ഇതുകൊണ്ട് വേറെ കാരണം കൊണ്ട് മൂവ്മെൻറ്റ് ഉണ്ടായേക്കാം, ഇതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. Suppose this particular, there is another molecule at this surface, because we are going to study the surface. Consider another molecule on the surface. What happens to the surface? ഇവിടെ നിൽക്കുന്ന മോളിക്യൂളിനെ താഴെ നിൽക്കുന്ന ഒരാൾ താഴേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്, ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്നുണ്ട്, ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്നുണ്ട്. But it cannot be compensated. Why? There is nobody in the upper level to pull it upwards. The half of the sphere of influence, this sphere is called a sphere of influence. Sphere of influence ന്റെ പകുതി മാത്രമേ വെള്ളത്തിലുള്ളൂ, പകുതി എയറിലാണ്. എയറിൽ ഫോഴ്സ് ഓഫ് കൊഹീഷൻ അല്ല, ഫോഴ്സ് ഓഫ് അഡീഷൻ ആണുള്ളത്. ഇറ്റ് ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ്.
amount will be different. അത് കൂടുതലാണെങ്കിൽ ഈ മോളിക്യൂൾ മുകളിലേക്ക് അങ്ങ് പൊങ്ങിപ്പോകും, കുറവാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല, അവിടെ നിൽക്കും. Anyhow, there is a net, most case there is a net downward force in the liquid molecule. ലിക്വിഡ് പൊങ്ങി പോകുന്നില്ല. ഗ്യാസ് ആണെങ്കിൽ ചിലപ്പോൾ മുകളിലേക്ക് പൊക്കോളും, ഫോഴ്സ് കൂടുതലാണെങ്കിൽ. So in the case of liquid, there is a net downward force, nobody to pull it upward. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? ഒരു നെറ്റ് ഫോഴ്സ് ഉള്ള കാരണം this particle has a tendency to come down. ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് മോളിക്യൂൾ ഇതാകുന്നതോട് ഞാൻ വരയ്ക്കുന്നു, ശ്രദ്ധിക്കുക, ഇവിടെയാണ് കുറച്ച് കുഴപ്പം പിടിച്ചൊരു പോയിന്റ്. ഈ പാർട്ടിക്കിൾ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാൽ, എത്ര വലുതാക്കി വരയ്ക്കാണ്, there comes a gap there. Due to the downward pull, the molecule has a tendency to come back. As the molecule comes down, there will be a gap there. That gap suddenly fills from side. So there will be a sidewise movement or sidewise force. പക്ഷേ ഇരുന്നിട്ട് കാര്യമില്ല. That molecule also has a tendency to go down. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും താഴേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നു. ഒന്ന്, ദി മോളിക്യൂൾ ഹാസ് എ, അപ്പോൾ മുകളിലിരിക്കാൻ ആരും തയ്യാറല്ലെങ്കിൽ, only minimum number of molecule, those who can't come down, വരാൻ പറ്റാത്തവരുണ്ടാകും. കാരണം അവിടെ അടിയിൽ പാക്ഡ് ആകുമ്പോൾ there must be, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ മുന്നേരുന്നു, അയാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പിന്നേക്ക് പോയി, അപ്പോൾ തൊട്ട് പിന്നിരിക്കുന്ന ആൾ അല്ലേ, ഇതാ കുറേ പേര് ഇങ്ങനെ നിൽക്കുന്നു. nobody wants to be at the top. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് പോയി, അപ്പോൾ ഇയാളായി ഫ്രണ്ടിൽ, ഇയാളും പോയി, അപ്പോൾ ഇയാളായി ഫ്രണ്ടിൽ, അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നേരത്തെ പോയ ആൾ തന്നെ വീണ്ടും ഫ്രണ്ടിലേക്ക് വരും അല്ലേ. ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ. But nobody wish to be at the top of the liquid surface. So liquid have a tendency to minimize the surface area. Minimum ആളുകളെ കൊണ്ട് സർഫസ് നടത്താൻ ഒരു ടെൻഡൻസി ഉണ്ട്, and that is the surface tension. രണ്ട്, as there is a downward force, there will be a sideways movement, and that is the surface tension. അപ്പോൾ the force of cohesion, downward force of cohesion is responsible for the surface tension. It is not the surface tension, it is responsible for the surface tension force. Due to the force of cohesion, downward intermolecular force of cohesion, there will be a sideways force, and that is the surface tension force. മനസ്സിലായില്ലേ? അടുത്ത എങ്ങനെയാണ് സർഫസ് ടെൻഷനെ മെഷർ ചെയ്യുന്നത് നോക്കി വെക്കാം. സർഫസ് ടെൻഷൻ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഓക്കെ, അതിന് മുന്നേ എനർജി കൺസെപ്റ്റ് കൂടി വേണമെങ്കിൽ പറയാം. മോളിക്യൂൾസിൻ്റെ മുകളിലേക്ക് പോകുന്തോറും മോളിക്യൂളിന് സർഫസ് എത്തുമ്പോൾ മോളിക്യൂൾസ് ആർ ഗെറ്റിംഗ് എൻ എനർജി. ഇത് എവിടെ ഇരിക്കുമ്പോൾ മോളിക്യൂളിനെ എല്ലാവരും പിടിച്ചു വലിക്കുന്നുണ്ട്. അണ്ടർ ദി ടെൻഷൻ ഇറ്റ് ഹാസ് എൻ എനർജി. ഇവിടെ എത്തുമ്പോഴും മോളിക്യൂളിനെ താഴേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. ബട്ട് ഹാഫ് ഓഫ് ദി മോളിക്യൂൾ only, so the energy is E/2. The potential energy is E/2. Strain energy E/2. അപ്പോൾ നമുക്കൊരു തോന്നലുണ്ടല്ലോ, മുകളിലേക്ക് പോകുമ്പോൾ എനർജി കുറഞ്ഞില്ലേ? നമ്മൾ പണ്ടേ പഠിക്കുന്നുണ്ട്, everybody has a tendency to minimize the energy. But remember that the potential energy is negative E. Here the potential energy is negative E/2. അപ്പോൾ എനർജി കൂടിയിരിക്കുകയാണ്. So it have a tendency to downward. അപ്പോൾ എനർജി ടേംസിൽ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് കൊഹിഷൻ വെച്ച് പറയാം. എനിഹൗ there is a downward movement. അപ്പോൾ രണ്ടും നമ്മൾ പറയാൻ പറ്റണം. ഓക്കെ, now what is surface tension? Surface tension is a force. മനസ്സിലായി? സർഫസ് ടെൻഷൻ സർഫസ് ഉള്ളതാണ്, പാരലൽ ടു ദി സർഫസ് ആണ്. ഒരു കാര്യം കൂടി ആയി അത് മുഴുവനാകും. സർഫസ് ടെൻഷൻ ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ലിക്വിഡ് സർഫസ് ആൻഡ് ഇറ്റ് ഈസ് പാരലൽ ടു ദി സർഫസ്. പാരലൽ ടു ദി സർഫസ് പറയുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇറ്റ്സ് നോട്ട് ക്ലിയർ കട്ട്. നോക്ക്, ദിസ് ഈസ് എ സർഫസ്, ഇതിന് പാരലൽ ടു സർഫസ് ടെൻഷൻ ഫോഴ്സ്. ഇതെങ്ങനെ വെച്ചു? അപ്പോൾ ഇങ്ങോട്ടാണോ കൃത്യമായിട്ട് പറയണ്ടേ? കൃത്യമായിട്ട് പറയണം. പാരലൽ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പാരലായാലും എങ്ങോട്ടാണ്, പൊങ്ങിപ്പോണില്ല എന്നർത്ഥം, അല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്നർത്ഥം, പാരലൽ. അപ്പോൾ നമ്മൾ പറയുന്നു പാരലൽ ടു ദി സർഫസ്. രണ്ട്, പെർപെൻഡിക്കുലർ ടു എ ലൈൻ ഇമാജിൻഡ്. പെർപെൻഡിക്കുലർ ടു എ ലൈൻ ഇമാജിൻഡ് ഓൺ ദി സർഫസ്. സർഫസുമ്പോൾ നിങ്ങളൊരു വര വരയ്ക്കാം, അതിന് പെർപെൻഡിക്കുലർ ആണ് അത്ര സർഫസ് ടെൻഷൻ ഫോഴ്സ്. So surface tension force is a force acting on the surface of a liquid parallel to the surface and perpendicular to an imaginary line of unit length. A unit length imaginary line.
അപ്പോൾ നമുക്ക് സർഫസ് ടെൻഷൻ ഫോഴ്സിന് ഒരു ഡെഫിനിഷൻ എഴുതാലോ. ഇറ്റ് ഈസ് ദി ഫോഴ്സ് പെർ ലെങ്ത്. Remember, surface area la length of a line imagined. It is a force parallel to the surface and perpendicular to an imaginary line drawn on the surface. Force per unit length. Okay? Surface tension force is a force per unit length acting on ഒന്ന് acting on the surface parallel to the surface, perpendicular to the imaginary line. അപ്പോൾ നമുക്കൊരു ഫോർമുല കിട്ടുന്നു. സർഫസ് ടെൻഷൻ ഫോഴ്സ് ഈക്വൽസ് ഫോഴ്സ് പെർ ലെങ്ത്. സോ ഷുവർലി ഇറ്റ്സ് യൂണിറ്റ് വിൽ ബി ഫോഴ്സ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ. സർഫസ് ടെൻഷൻ is measured as Newton per meter. Surface tension in old books you will find that it is T, but according to the new NCERT books it is S. Capital S is the symbol for the surface tension. Okay, and dimension formula എഴുതാൻ പഠിക്കുക. ഫോഴ്സിന്റെ MLT raised to -1, MLT raised to -1, ഫോഴ്സിന്റെ ഡിവൈഡഡ് ബൈ ലെങ്ത് എഴുതുക. ഫോഴ്സിന്റെ MLT -2, length L, so L get cancelled, so MT -2. That is the dimension formula. Next is another concept. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് വെക്കാം. There is another concept called surface energy. Surface energy. Surface energy. Surface energy is defined as the work done per unit increase in surface area. Work done per unit increase in surface area. Surface energy is the work done per unit increase in surface area. അപ്പോൾ നമ്മൾ എഴുതാം work done per increase in surface area. സർഫസ് ഏരിയ മനസ്സിലായോ? ഞാനൊരു സർഫസ് അല്ലെങ്കിൽ ഒരു ബബിൾ എടുത്തു, ഒരു സോപ്പ് ബബിൾ ഇങ്ങനെ ഇരിക്കുന്നു, ഇതിൻ്റെ സർഫസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ഡെഫിനിറ്റ് ഏരിയ ഉണ്ടാകും അല്ലെ, സ്പെരിക്കൽ ഏരിയ. സപ്പോസ് ഐ വോണ്ട് ടു എക്സ്പാൻഡ് ഇറ്റ് ലിറ്റിൽ മോർ. ഞാനിങ്ങനെ ഊതിയിട്ട് എന്നെ ഒന്നുകൂടി വലുതാക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്ത വർക്ക് അല്ലെങ്കിൽ എനർജി, വർക്ക് ഡിവൈഡഡ് ബൈ ഏരിയയിൽ എത്ര വ്യത്യാസം ഉണ്ടായി, ന്യൂ ഏരിയ മൈനസ് ഓൾഡ് ഏരിയ. സോ വർക്ക് ഡൺ ബൈ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഈസ് കോൾഡ് ദി സർഫസ് എനർജി. മനസ്സിലായല്ലോ? സോ ജൂൾ പെർ മീറ്റർ സ്ക്വയർ, സർഫസ് എനർജി യൂണിറ്റ് വരുന്നത് വർക്ക് ഡൺ ജൂൾസ് പെർ മീറ്റർ സ്ക്വയർ ദി ഏരിയ. ഓക്കെ, now we are going to another concept. അപ്പോൾ സർഫസ് ടെൻഷൻ പഠിച്ചെന്നോർത്തേക്ക് കൊഹീസീവ് ഫോഴ്സ് പഠിച്ചു, അഡ്ഹസീവ് ഫോഴ്സ് പഠിച്ചു, അത് കഴിഞ്ഞ് സർഫസ് ടെൻഷൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, ദെൻ സർഫസ് എനർജി പഠിച്ചു. കൊഹീസീവ് ഫോഴ്സുകളാണ് സർഫസ് ടെൻഷൻ ഉണ്ടാക്കിയത്, കാരണക്കാരൻ. ഇന്റർമോളിക്കുലർ ഫോഴ്സോ കൊഹീസീവ് ഫോഴ്സ്, ഇതാണ് സർഫസ് ടെൻഷൻ്റെ കാരണക്കാരൻ. Now we are studying the next concept. We want a relation between surface tension and surface energy. രണ്ടും തമ്മിൽ എന്താണ് റിലേഷൻ നോക്കാം. സോ ദാറ്റ് ഈസ് നെക്സ്റ്റ് ടോപ്പിക്, എ വെരി ഇമ്പോർട്ടൻറ്റ് question for the board examination. Relation between surface energy and surface tension. ആദ്യകാലങ്ങളിൽ സർഫസ് എനർജിക്ക് എസ് എന്ന് എഴുതിയിരുന്നു, സർഫസ് ടെൻഷൻ ടി എന്ന് എഴുതിയിരുന്നു. ഇപ്പോൾ രണ്ടിനും എസ് എന്ന് തന്നെയാണ് എഴുതുന്നത്. ബിക്കോസ് വി വിൽ പ്രൂവ് ദാറ്റ് ബോത്ത് ആർ ഐഡന്റിക്കൽ. ന്യൂമറിക്കലി സർഫസ് ടെൻഷൻ സർഫസ് എനർജി ന്യൂമറിക്കലി സെയിം ക്വാണ്ടിറ്റി ആണെന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ബോത്ത് ആർ റിട്ടൺ ആസ് എസ് ലേറ്റർ. ഓക്കെ, ഒരു റെക്ടാങ്കുലർ ഫ്രെയിം എടുക്കാം. നമ്മളതിൻ്റെ മാത്തമെറ്റിക്കൽ പ്രൂഫാണ്. കൺസിഡർ എ റെക്ടാങ്കുലർ ഫ്രെയിം ഇൻ വിച്ച് വൺ സൈഡ് ഈസ് മൂവബിൾ. സോ എ ബി സി ഡി, വൺ സൈഡ് ഈസ് മൂവബിൾ and its length is L. One side is movable and its length is S. Now dip it in the soap solution. A film will be forming here. Now slowly move this to one side. കുറച്ച് മൂവ് ചെയ്യാനേ പറ്റുള്ളൂ.
the film will be under tension. Film correct ആയിട്ട് expand ചെയ്ത് വരും. You will feel that there is a inward pull on it. And surely that is due to the surface tension. അല്ലേ? ഇതുമേ ഞാൻ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു. So there will be an inward pull which is due to the surface tension. Under equilibrium, പൊട്ടുന്നതിന് മുന്നേ നമുക്ക് പറയാൻ പറ്റും ഞാൻ പിടിച്ചു വലിക്കുന്ന ഫോഴ്സും ഉള്ളിലേക്കുള്ള സർഫസ് ടെൻഷൻ ഫോഴ്സും സെയിം ആയിരിക്കും. പിന്നെ വലിച്ചാൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടും, പൊട്ടും. വലിച്ചില്ലെങ്കിൽ ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഇറ്റ് വിൽ മൂവ് ബാക്ക്വേർഡ് ടു മിനിമൈസ് ദി സർഫസ്. സോ അറ്റ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ദി ഇൻവേർഡ് സർഫസ് ടെൻഷൻ ഫോഴ്സ് will be equal to the applied force. Now how much will be the surface tension force? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സർഫസ് ടെൻഷൻ ഫോഴ്സ് എത്രയാണ് വരിക? Okay, suppose S is the surface tension. ഇതിന്റെ സർഫസ് ടെൻഷൻ S, ഇതിന്റെ ലെങ്ത് L എന്ന് പറഞ്ഞു, പുതിയ പൊസിഷൻ C dash D dash and the distance moved will be equal to say X സെന്റിമീറ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇക്വിലിബ്രിയം ആയത്, പൊട്ടാറായത്. ഇനി വലിച്ചാൽ പൊട്ടും, ഒരു സ്റ്റേഷനറി പൊസിഷൻ നിൽക്കുന്നു. സോ ദി സർഫസ് ടെൻഷൻ ഈക്വൽസ് S. Okay, then what is the force? We know that surface tension equals force by length. So force equals surface tension into length, S into L. Okay, ഇനി ഞാൻ ഇതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്യാണ്, നന്നായി പഠിക്കേണ്ടതാണ്. Now I am putting that 2 into S into L. That is to accommodate two surfaces. അല്ലേ? സോപ്പ് ഫിലിം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഇവിടെയും ഓരോ സർഫസ് ഫോം ചെയ്യുന്നുണ്ട്. കാരണം കുറഞ്ഞ ഫിലിം ബോത്ത് സർഫസസ് ഇറ്റ് ഹാവ്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ബി 2 into S into L. ക്ലിയർ അല്ലേ? 2 is to accommodate both surfaces. 2 ഇട്ടില്ലെങ്കിലും ഡെറിവേഷനിലെ ആൻസർ മാറില്ല. ബട്ട് we have to put 2 because there are two surfaces. കാരണം ഇനി ചെയ്യുന്ന പലയിടത്തും നമ്മൾ ആദ്യമേ ചോദിക്കുക എത്ര സർഫസ് ഉണ്ടെന്ന്. ലിക്വിഡ് ഡ്രോപ്പിന് ഒരു സർഫസേ ഉള്ളൂ, ഉള്ളിൽ വെള്ളം പുറമെ എയർ, ഒരു സർഫസേ ഉള്ളൂ. എയർ ബബിൾ ഇൻസൈഡ് ദി വാട്ടർ, ഉള്ളിൽ എയർ പുറത്ത് ലിക്വിഡ്, ദർ ഇസ് നോ ബൗണ്ടറി, ഒരു സർഫസേ ഉള്ളൂ അല്ലേ? ബട്ട് സോപ്പ് ബബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സോപ്പിൻ്റെ ഫിലിം ഉള്ളിലെ എയർ പുറത്തെ എയർ, അപ്പോൾ രണ്ട് സർഫസ്. അപ്പം ലിക്വിഡും എയറുമായി കൂട്ടിമുട്ടുന്നതിനെയാണ് നമ്മൾ സർഫസ് എന്ന് വിളിക്കുന്നത് അല്ലേ? വെള്ളം എടുത്തു, ലിക്വിഡ് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ, ദിസ് ഈസ് കോൾഡ് സർഫസ്. ഫോഴ്സ് ഓഫ് അഡീസീവ്സ് വരുന്നതാണ് സർഫസ്. ഇപ്പോൾ സോപ്പ് ബബിൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ എയറാണ്, ഇവിടെ സോപ്പാണ്, ഇവിടെ എയറാണ്. സോ ഇറ്റ് ഹാവ് 2 അഡീസീവ് സർഫസസ്. ഇതിന് പകരം എയർ ബബിൾ ആണെങ്കിലോ, സോപ്പ് ബബിൾ ഒരു എയർ ബബിൾ എപ്പോഴും ഉണ്ടാക്കുക? വെള്ളത്തിൻ്റെ അകത്താണ് എയർ ബബിൾ ഉണ്ടാവുള്ളൂ, മുകളിൽ എയർ ബബിൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എയർ, ഇവിടെ ലിക്വിഡ്, സോ ഇറ്റ് ഹാവ് ഓൺലി 1 ബൗണ്ടറി. അപ്പോൾ സർഫസുകളുടെ എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ സൂക്ഷിച്ച് സർഫസുകളുടെ എണ്ണം പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടി. Then I slightly moved, x distance moved. So what will be the work? Work equals force by displacement, force into displacement. Work equals force into displacement equals 2SL into the displacement is x. Work കിട്ടി. So what is surface energy? Surface energy equals work divided by increase in area. ആരുടെ? ഫിലിമിൻ്റെ ഏരിയ ഓൾറെഡി ഇത്രത്തോളം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത്രത്തോളം കൂടി അല്ലേ? What will be this area? This will be L and this will be X. So it will be 2SLX work divided by increase in area is this much. That is L into X. L into X. Okay? So we got the surface energy. Now what is the surface tension? What is surface tension? ഇവിടെ വീണ്ടും നമുക്കൊരു പ്രശ്നം കൂടിയുണ്ട്. ഇൻക്രീസ് ഇൻ ഏരിയ എത്രയാണ്? 2 സർഫസ് ഉണ്ടായില്ലേ? അപ്പോൾ ഒരു 2 ഇവിടെ ഇട്ട് കൊടുക്കണ്ടേ? 2 into SLX. സർഫസ് എനർജി ഈക്വൽസ് 2 into SLX. ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് നോക്കിയേ. 2LX ഒക്കെ വെട്ടിക്കളഞ്ഞ ബാക്കി എന്തുണ്ട്? S. S ആരാന്ന് നോക്കിയേ? സർഫസ് ടെൻഷൻ.
So surface energy numerically equal to surface tension. Surface energy numerically equal to surface tension. രണ്ടും ഒരേ സംഗതി തന്നെയാണ്. ഇവിടെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. സർഫസ് ടെൻഷൻ എസ്. നൗ വാട്ട് ഈസ് ദി ഫോഴ്സ് ഈക്വൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത്. അപ്പോൾ നമ്മൾ എസ് ഇൻറ്റു എൽ എന്ന് എഴുതി. പിന്നെ നമ്മൾ പറഞ്ഞു വി ആർ ഗിവിങ് എ tube to accommodate both surfaces. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. Now work done. Work done equals force into displacement. 2SL into X. X is the displacement of the frame. Now what is surface energy? Surface energy equals work divided by the increase in area. Work equals 2SLX. നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. Increase in area. Area of this piece is L into നീളം into വീതി, L into X. But there are two surfaces, both sides just like a coin. Filling have two surfaces. So 2LX. So 2LX cancels. The remaining is S. That means surface energy is same as surface tension. And it is a very important derivation. Surface energy is same as surface tension. Okay. Now let us go to the next concept. Okay. I hope this is clear. രണ്ട് ആംഗിളിലൂടെയാണ്, രണ്ട് ഡയമെൻഷനിലൂടെ വരുന്നതെങ്കിലും ന്യൂമറിക്കലി സെയിം ആണ്. രണ്ടും ഒരേ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ 72 ന്യൂട്ടൺ പെർ മീറ്റർ. വെള്ളത്തിൻ്റെ സർഫസ് എനർജി ദാറ്റ്സ് ഓൾസോ ഇസ് എ എനർജി. ദാറ്റ്സ് ഓൾസോ എത്രയാണ് വരിക? 72. യൂണിറ്റ് എന്താണ് വരിക? വർക്ക് ബൈ ഏരിയ, ജൂൾ പെർ മീറ്റർ സ്ക്വയർ. രണ്ടും ഒന്ന് തന്നെയാണ്. ന്യൂമറിക്കലി ബോത്ത് ആർ സെയിം, യൂണിറ്റ്സ് ആർ ഡിഫറെൻറ്റ്. അടുത്ത കൺസെപ്റ്റ്, ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അബ്സല്യൂട്ട് വാല്യൂ. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ല, പക്ഷേ എൻട്രൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്, വളരെ അത്യാവശ്യം വരും. സർഫസ് ടെൻഷൻ നമുക്കൊരു അബ്സല്യൂട്ട് വാല്യൂ പറയാൻ പറ്റില്ല. അപ്പോൾ 72 ആണ് വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. എന്താണ്? സർഫസ് എപ്പോഴും മറ്റെന്തെങ്കിലുമായി ഷെയർ ചെയ്യുന്നുണ്ടാകും ഇല്ലേ? വാട്ടർ, air. So it is sharing the water is sharing the air surface, and that is 72. പക്ഷേ ഇവിടെ നോക്ക്, the water is sharing the glass surface and its value is different. That means surface tension depends on the surface. It depends on the liquid as well as on which surface it. Okay. ഇപ്പോൾ വാട്ടർ മോളിക്യൂൾ തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വാട്ടർ മോളിക്യൂൾ ഓൺ ഫ്ലോർ, വാട്ടർ മോളിക്യൂൾ ഓൺ ഗ്ലാസ്, സർഫസിന് വ്യത്യാസമുണ്ട്. ഇനി നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ താമര ഇലയിൽ, ചേമ്പിൻ്റെ ഇലയിൽ അതിലൊഴിക്കുന്ന വെള്ളം, സർഫസ് ടെൻഷൻ ഇസ് വെരി ഹൈ. അതുകൊണ്ടാണ് വെള്ളം സർഫസ് ടെൻഷൻ കൂടും തോറും ഇറ്റ് വിൽ നോട്ട് വെറ്റ്, ഇറ്റ് കാണ്ട് വെറ്റ്. മനസ്സിലായോ? ഒരു തറയിൽ നിങ്ങളൊരു ഡ്രോപ്പ് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് മണ്ണെണ്ണ ഒഴിക്കുക. മണ്ണെണ്ണ ഡ്രോപ്പായിട്ട് നിൽക്കില്ല, മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് സ്പ്രെഡ് ചെയ്യും. ഇറ്റ് ഈസ് ഡ്യൂ ടു ലോ സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ കൂടുന്തോറും ഇൻസ്റ്റെഡ് ഓഫ് സ്പ്രെഡിങ് ഇറ്റ് കംസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഇനി സർഫസ് ടെൻഷൻ കൂടിയാൽ ഇറ്റ് കംസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരും. അത് ഞാൻ പഠിക്കണം നമുക്ക്. ഇനിയും സർഫസ് ടെൻഷൻ കൂടിയാൽ ഇതിങ്ങനെ പെർഫെക്റ്റ്ലി ഇങ്ങനെ ഉരുണ്ട് നിൽക്കും. ആൻഡ് ഇറ്റ് കനോട്ട് വെറ്റ് ദി സർഫസ്. സർഫസ് ഒരിക്കലും വെറ്റാകില്ല. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഓടി നടക്കും, ഗ്ലാസ്സുമേ ഓടി നടക്കും. ഗ്ലാസ്സുമേ മെർക്കുറി ഒഴിച്ച് കഴിഞ്ഞാൽ മെർക്കുറി ബോൾസ് ഇങ്ങനെ ഓടി നടക്കും. ബിക്കോസ് ഇറ്റ്സ് സർഫസ് ടെൻഷൻ ഇസ് വെരി ഹൈ. അപ്പോൾ സർഫസ് ടെൻഷനാണ് അതിൻ്റെ കാരണം. സർഫസ് ടെൻഷനൊപ്പം വരുന്നൊരു ആംഗിൾ ഓഫ് കോൺടാക്റ്റ് ഉണ്ട്, അതുകൂടി വരുമ്പോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എത്രയേ ഉള്ളൂ, സർഫസ് ടെൻഷൻ്റെ ഒരു അബ്സല്യൂട്ട് വാല്യൂ പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഫോർ എ പെയർ, മീൻസ് ഫോർ എ ലിക്വിഡ് ആസ് വെൽ ആസ് ഫോർ എ സർഫസ്. വെൻ സർഫസ് ചേഞ്ചസ് ഓർ വെൻ ലിക്വിഡ് ചേഞ്ചസ്, ദി സർഫസ് ടെൻഷൻ ചേഞ്ചസ്. നമ്മൾ സാധാരണ പറയുന്ന അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു എയർ. ബാക്കി എല്ലാറ്റിനും റിലേറ്റീവ് സർഫസ് ടെൻഷൻ എന്ന വാക്ക് ഉപയോഗിക്കും. വിത്ത് റെസ്പെക്ട് ടു എയർ ഇസ് കോൾഡ് അബ്സല്യൂട്ട് സർഫസ് ടെൻഷൻ, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അതാണ് എപ്പോഴും പറയുക. വിത്ത് റെസ്പെക്ട് ടു അതർ സർഫസസ് ഇറ്റ് ഇസ് കോൾഡ് ദി റിലേറ്റീവ് സർഫസ് ടെൻഷൻസ്. അത് കാണാനുള്ളത് നമുക്ക് പിന്നെ പഠിക്കാം. അടുത്തത്, എങ്ങനെയാണ് ഒരു മെറ്റീരിയലിൻ്റെ സർഫസ് ടെൻഷൻ അളന്നെടുക്കുന്നത്? എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ് to measure the surface tension. It is purely for the board examination, but a calculation ചില ആശയങ്ങൾ നിങ്ങൾക്ക് തരും, എൻട്രൻസിനെ സഹായിക്കുന്ന ചില ആശയങ്ങൾ തരും. ഇപ്പോൾ സർഫസ് ടെൻഷൻ അളക്കാം, അല്ലെങ്കിൽ സർഫസ് എനർജി അളക്കാം. ഏതായാലും സെയിം മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരൊറ്റ മെത്തേഡുള്ളൂ.
അത് നമ്മൾ ചെയ്യുന്നത് ഒരു ബീക്കർ ഏത് ലിക്വിഡിൻ്റെ സർഫസ് എനർജി അളക്കണോ ആ ലിക്വിഡ് അതിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ആൻഡ് വി ആർ ഡിപ്പിംഗ് എ റെക്ടാങ്കുലർ ഗ്ലാസ് ഫ്രെയിം. ഒരു റെക്ടാങ്കുലർ ഗ്ലാസ് ഫ്രെയിം ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുന്നു. ഓഫ് ലെങ്ത് L ആൻഡ് തിക്നെസ് T എന്നോ ലാംഡാന്നോ എന്ത് വേണമെങ്കിൽ എഴുതാം. നമ്മുടെ ടെക്സ്റ്റിലൊക്കെ അത് ലാംഡാന്ന് ഉപയോഗിക്കുന്നത്. ലെങ്ത്ത് ലാംഡയും തിക്നെസ് T. എല്ലും T എന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. ബെറ്റർ ടു റൈറ്റ് L ആൻഡ് T. ലെങ്ത്ത് L, T is the thickness. ഹൈറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇറക്കി വയ്ക്കുന്നു. സർഫസ് ടെൻഷൻ ഈക്വൽസ് S അല്ലേ? സർഫസ് ടെൻഷൻ ഈക്വൽസ് S ആണെന്ന് തന്നിരിക്കുന്നത്. Now what will be the force? Force on the glass slab unmel, water will apply downward force due to surface tension. Water will apply downward force. ആ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ സൈഡ് വൈസ് എന്ന് പറഞ്ഞോളൂ. സൈഡ് വൈസും താഴേക്കുള്ളതൊക്കെ സൈഡ് വൈസ് ആണ് നമ്മൾ സർഫസ് ടെൻഷൻ പറയുക. വാട്ടർ വിൽ അപ്ലൈ സൈഡ് വൈസ് സർഫസ് ടെൻഷൻ. How much will be it? How much of the force? Force equals S into length. ലെങ്ത് ഓഫ് സർഫസ്. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വിഷമമുള്ള കാര്യമാണ്. വളരെ സിമ്പിൾ ആണെങ്കിലും ലെങ്ത് ഓഫ് സർഫസ് എത്രയാണ് വരിക? ലെങ്ത് ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട്. ഇയാളുടെ നമ്മൾ എടുക്കുന്നത് ലെങ്ത് ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട്. അങ്ങനെ നല്ലത്. ഇൻ കോണ്ടാക്ട് ടു ഗ്ലാസ്. അവരാണല്ലോ ഗ്ലാസിനോട് പിടിച്ചു നിർത്തുന്നത്. ഇവിടുത്തെ ഒന്നും പിടിച്ചു നിർത്തില്ല ഇവിടുത്തെ. അപ്പോൾ നോക്കിയോക്കൂ, ഗ്ലാസ് സ്ലാബ് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സർഫസ് ഗ്ലാസുമ്പോൾ മുട്ടുന്നത് എത്ര സ്ഥലമുണ്ട്? ഒരു ഫുൾ പെരിമീറ്റർ അല്ലേ? ഇവിടെ പിന്നെ ഇങ്ങനെ ബാക്കിൽ ഒരു ഫുൾ പെരിമീറ്റർ എത്ര വരും? S into length of surface in contact can I write as L plus T plus L plus T എന്ന് എഴുതി കൂടെ? സർഫസ് ഗ്ലാസുമ മുട്ടുന്ന ഒരു റൗണ്ട്, ആ റൗണ്ടിൻ്റെ നീളം L T L T, or which we can write as S into 2L plus T. This is the force. Okay? ഇനി ഈ ഫോഴ്സിനെ ഞാൻ മറ്റൊരു വിധത്തിൽ കാണാൻ പോവാണ്. എങ്ങനെ? സപ്പോസ് ഐ വാണ്ട് ടു ഡിറ്റാച്ച് ഇറ്റ്. Now it is connected to a balance or counterpoising machine. അതിൻ്റെ മറുവശത്ത് സ്ലോട്ടഡ് വെയിറ്റ് ഇടുന്നു. ഏറ്റവും ആദ്യം ബീക്കറിൽ വെള്ളമൊക്കെ എടുക്കുന്നതിന് മുന്നേ put some weights and balance the slab. Before taking water, ആദ്യമേ പറയണ്ടായിരുന്നു, ബിഫോർ ടേക്കിംഗ് വാട്ടർ ഈ ഗ്ലാസ് സ്ലാബ് മാത്രം നമുക്കുള്ളത്. ഈ ഗ്ലാസ് സ്ലാബ് എയറിൽ വെച്ചിട്ട് തൂക്കിയിട്ട് അത് ബീം ബാലൻസ് ചെയ്യുന്നു. Now take the water. And add slotted weights more. കുറച്ചുകൂടി വെയിറ്റ് എടുക്കേണ്ടി വരും. എന്തിന്? ഈ ഗ്ലാസ് സ്ലാബ് ജസ്റ്റ് ടു ലിഫ്റ്റ് ഫ്രം ദി സർഫസ് ഓഫ് വാട്ടർ. വെള്ളത്തിൽ നിന്ന് ഒന്ന് പൊക്കാനായിട്ട് നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ഇടേണ്ടി വരും. ഇവിടെ വെയിറ്റ് ഇടുമ്പോൾ ഇതിങ്ങനെ പൊങ്ങാൻ തുടങ്ങും. ബട്ട് വാട്ടർ പുൾ ഇറ്റ് ഡൗൺവേർഡ്സ്. സോ ജസ്റ്റ് ടു ഡിറ്റാച്ച് or just to overcome this particular force, we need to apply little more weight here. Suppose M is the weight added to detach it. ബാലൻസ് ചെയ്യാനല്ല, ബാലൻസ് ചെയ്ത സ്ലാബിനെ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ M വെയിറ്റ് ആഡ് ചെയ്തെങ്കിൽ the force I applied, gravitation force I applied will be mg. So mg is the force required to overcome the surface tension force. ഇങ്ങനെ നിൽക്കായിരുന്നു. ഇവിടുന്ന് വിടാൻ വിഷമം, ഞാൻ കുറച്ച് ശക്തിയായിട്ട് പിടിച്ചു വലിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഡിറ്റാച്ച് ചെയ്ത്. നമുക്കറിയാം വെള്ളത്തിൻ്റെ സാധനം ഇങ്ങനെ ഒരു ഗ്ലാസ് ഇങ്ങനെ എഡ്ജല്ല, ഇങ്ങനെ പരന്നൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കിയെടുക്കാനുള്ള ഒരു വിഷമം നിങ്ങൾക്കറിയാം. കാരണം ദി ലിക്വിഡ് പുൾ ഇറ്റ്സ് ഡൗൺവേർഡ്സ്, യു ഹാവ് ടു പുഷ് ഇറ്റ് അപ്വേർഡ്സ്. സോ എക്സ്ട്രാ ഫോഴ്സ് ആഡഡ് ഈസ് mg. ഇതിന് തുല്യമാകും. സോ ഐ വിൽ റൈറ്റ് mg. ഇതിൽ നിന്ന് S കാൽക്കുലേറ്റ് ചെയ്യാലോ. സോ S ഈക്വൽസ് mg by 2 into L plus T.
mg into 2 into L plus T. വളരെ കനം കുറഞ്ഞ സ്ലാബ് ആണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലാണ്ട് നമ്മളൊരു എന്താ പറയുക ഈ പേപ്പറിൻ്റെ കനമുള്ള സ്ലാബാണ് വെച്ചെങ്കിൽ ഇത് കൂടുതൽ എക്സ്പെരിമെൻ്റ് കുറേ കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. വലിയൊരു ഗ്ലാസ് ഷീറ്റ് ഇങ്ങനെ ഇറക്കി വയ്ക്കുന്നു, ഡിറ്റാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനം ഡിറ്റാച്ച് ചെയ്ത് കുറച്ചുകൂടി എളുപ്പമാണ്, ലെങ്ത് ഓഫ് സർഫസ് കുറവാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദി ലെങ്ത് ഓഫ് സർഫസ് വിൽ ബി ലാർജ്. ഒരു ഷീറ്റ് പ്ലെയിൻ ഗ്ലാസ് ഷീറ്റാണ് ഇറക്കി വയ്ക്കുന്നതെങ്കിൽ ഡിറ്റാച്ച് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം, തറയിൽ നോക്കി നോക്കൂ, തറയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അതിൻ്റെ മീതൊരു ഗ്ലാസ് വയ്ക്കുക, ഗ്ലാസിൻ്റെ ഫോട്ടോ ഫ്രെയിമൊക്കെ ഉള്ള പത്തൊരു ഗ്ലാസ്, കാപ്പിടിക്കുന്ന ഗ്ലാസ് അല്ല കേട്ടോ, ഗ്ലാസ് ഷീറ്റ്, ഫോട്ടോ ഫ്രെയിം ചെയ്ത് വരുമ്പോഴുള്ള ഗ്ലാസ് ഷീറ്റ്, അല്ലെങ്കിൽ ടേബിളിൽ വരുന്ന ഗ്ലാസ് ഷീറ്റ്, ഒരു ഗ്ലാസ് ഷീറ്റ് വയ്ക്കുക. പ്ലാസ്റ്റിക് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആൻഡ് ട്രൈ ടു ഡിറ്റാച്ച് ഇറ്റ്, യു വിൽ ഫീൽ ദാറ്റ് വെരി ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ ഒരു ടൈലുമേ വെള്ളം ഒഴിക്കുക, മീതൊരു ടൈല് പോളിഷ്ഡ് സർഫസ് അത് മുട്ടണ പോലെ വയ്ക്കുക, മറച്ച് വയ്ക്കുകയാണ് അർത്ഥം. അതിനെടുക്കാൻ നോക്കിയൊക്കെ എളുപ്പമല്ല, വെള്ളമാണ് ഒട്ടിപ്പിടിക്കണമെന്നില്ല. പക്ഷേ ദാറ്റ് ഈസ് ഡ്യൂ ടു ദിസ് കൊഹീസീവ് ഫോഴ്സ് അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ഫോഴ്സ്. അപ്പോൾ നമ്മൾ സ്ലാബ് വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ഈ തിക്നെസ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പേപ്പറിൻ്റെ കനം വളരെ കുറവാണ്. അപ്പോൾ തിക്നെസ് അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് mg/2l എന്നും വേണമെങ്കിൽ എഴുതാം. എൻട്രൻസ് ചെയ്യുമ്പോൾ ഇഫ് തിക്നെസ് ഈസ് സ്മോൾ വി വിൽ റൈറ്റ് ദാറ്റ് സർഫസ് ടെൻഷൻ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു mg/2l. So that is the experiment to find the surface tension. Now come to the next topic. Next topic is the angle of contact. അടുത്തൊരു കൺസെപ്റ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇതും ഒരു ചെറിയ എക്സ്പെരിമെൻറ്റോടെ പറഞ്ഞാലാണ് ശരിയാകാം. നോക്കൂ, ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുന്നു. ഐ എം ടേക്കിംഗ് വാട്ടർ, ദിസ് ഈസ് ദി സർഫസ്. നൗ ഐ പുട്ട് എ ഗ്ലാസ് സ്ലാബോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ട്യൂബോ വെള്ളമൊക്കെ ഇറക്കി വയ്ക്കുക. ഞാനൊരു ഗ്ലാസിൻ്റെ പൈപ്പ് ഇറക്കി വയ്ക്കുന്നു. ഗ്ലാസ് തന്നെ വേണമെന്നില്ല കേട്ടോ, കാണാൻ വേണ്ടി ഗ്ലാസ് പൈപ്പ് ഇറക്കി വയ്ക്കുന്നത്. പൈപ്പിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അത് വേറെ കേസ് ഇനി വരും. ഗ്ലാസും ഇതും കൂടി കൂട്ടിമുട്ടുന്നിടത്ത് we find that the surface is slightly meniscus. ഇങ്ങനെ കർവേച്ചർ ഫോം ചെയ്യുന്നു സർഫസിന്. ഗ്ലാസിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഉണ്ടെങ്കിലും കുറച്ച് ലിക്വിഡ് പൊങ്ങും, എല്ലാവരും ഇല്ല. വലിയ പൈപ്പാണെങ്കിൽ പൊങ്ങില്ല, ചെറിയ പൈപ്പാണെങ്കിൽ ഇതിൽ കുറച്ച് പൊങ്ങും. അത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ കാണാം. സോ ദി ലിക്വിഡ് സർഫസ് ഈസ് ഓൾസോ സ്ലൈറ്റ്ലി കർവ്ഡ്, കോൺകേവ് ഷേപ്പ്. എല്ലായിടത്തും കോൺകേവ് ഷേപ്പ് ഫോം ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്ലാസ്സിലിട്ട്, ഇതാണ് കുറച്ച് വേണ്ടി ചിലപ്പോൾ എളുപ്പം, എൻസൈ ടെക്സ്റ്റ് ഇത് പറയുന്നതുകൊണ്ട് പറഞ്ഞല്ലോ. ടേക്ക് വാട്ടർ or take any liquid. We found that the upper surface is not flat, it is slightly curved. And that is due to surface tension. Cool explanation നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. It is due to surface tension. Then the angle formed by the surface, tangent of the surface and the glass. ഗ്ലാസ് എന്ന് പറയുമ്പോൾ അടുത്ത പ്രശ്നമുണ്ട്. ഗ്ലാസ് പുറത്തും ഉള്ളിലും ആംഗിൾ ഉണ്ടാക്കേണ്ടത്. ഏത് ആംഗിളാണ് വേണ്ടത്? Glass inside the liquid. Glass inside the liquid is called the theta, called the angle of contact. Glass alla, water inside the glass, inside liquid. You got? When liquid is taken in a narrow tube, the upper surface will be curved. It will be in concave shape. Then the tangent of the surface and glass inside the liquid will make an angle called angle of contact. Will make angle of contact. ഇത് ഇങ്ങനെയും പറയാം. On a surface, suppose the liquid is forming a drop just like this. This angle is angle of contact. This angle is the angle of contact. മനസ്സിലായല്ലോ? Okay. Now, for all liquid, it is not like this. ചില ലിക്വിഡുകൾക്ക്, say mercury, the meniscus is convex shape. The meniscus is convex shape. പരീക്ഷ എടുത്ത് ചോദിക്കുന്നതാണ്, സർ വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട് മെർക്കുറിയുടെ? ദിസ് ഈസ് ദി ടാൻജന്റ്. This is the surface tangent. Tangent and the glass inside the liquid. But tangentum, this is the glass inside. This is the angle. ഇതല്ലാന്ന് പുറത്തത്തെ ആംഗിൾ അല്ല, ഗ്ലാസ് ഇൻസൈഡ്. ദിസ് ഈസ് ദി ആംഗിൾ. ഷുവർലി ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അപ്പോൾ ചില മെറ്റീരിയൽസിന് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ദേ വിൽ മേക്ക് എ കോൺവെക്സ് ഹംപ് ഷേപ്ഡ് മെനിസ്കസ് സർഫസ്.
And for some materials, most of the materials less than 90, they will make a concave meniscus. Okay? ഒരിക്കൽ എക്സാമിനേഷന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കൃത്യമായിട്ട് ഞാൻ കൊല്ലം ഓർക്കുന്നു, 2003. കാരണം അത് വളരെ ഇന്ത്യക്ക് പ്രമാദമായൊരു കേസാണ്. IIT എക്സാമിനേഷന് ചോദിച്ചതാണ് 2003. What happens to the angle of contact when temperature increases? When temperature increases, the angle of contact എന്ത് പറ്റുന്നു? NCERT ബുക്കിലും in all Indian books, all books, it is written that the angle of contact increases. Angle of contact കൂടുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ബുക്കുകളിലുണ്ട്. പഴയ ബുക്കിൽ നോക്കി കാണാം നിങ്ങൾക്കത്. But one student vetoed it in the court. അങ്ങനെ കോർട്ട് അന്വേഷണത്തിന് വെച്ചു. അവർ പറഞ്ഞത് എല്ലാ ബുക്കുകളിലും ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുട്ടിയുടെ പാരൻസ് സമ്മതിച്ചില്ല. ബിക്കോസ് ഹിയർ സം കോൺടാക്ട് വിത്ത് ദി സയൻറ്റിസ്റ്റ്. അങ്ങനെ കോർട്ട് സയൻറ്റിസ്റ്റുകളെ അപ്രോച്ച് ചെയ്തു. ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളെ അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞു. അന്ന് അങ്ങനെയൊക്കെയാണത്. സയൻറ്റിസ്റ്റുകളെ അപ്രോച്ച് ചെയ്തു. ആൻഡ് എ സയൻറ്റിഫിക് റിപ്പോർട്ട് കെയിം ഫ്രം ദി ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ UK. അവർ പറയുന്നു there are certain materials for which angle of contact increases and there are certain materials for which the angle of contact decreases and even there are some materials in which the angle of contact is not changing. അങ്ങനെ അത് പിന്നീട് ബുക്കുകളിലൊക്കെ കറക്റ്റ് ചെയ്തു. അപ്പോൾ ഓർക്കുക, ആ ക്വസ്റ്റ്യൻ ഓർക്കുക. ചൂടാക്കിയാൽ ആംഗിൾ ഓഫ് കോൺടാക്റ്റിന് എന്ത് പറ്റുന്നു? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ. പിന്നെ അതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി നമുക്ക് ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി പബ്ലിഷ്ഡ് ഇൻ മെനി റിസർച്ച് പേപ്പേഴ്സ്. ഏതൊക്കെ മെറ്റീരിയൽ എങ്ങനെയൊക്കെയാണ് കൂടുന്നത് കുറയുന്നതെന്ന്. ബട്ട് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ദി ആംഗിൾ ഓഫ് കോൺടാക്ട് dependent of temperature, independent, that depends on temperature. Some materials it increases, some materials decreases, some materials is not changing. Now come to the next concept. That is something called the excess pressure. അടുത്ത ആശയം excess pressure എന്ന് പറയുന്ന ഒരു ആശയം. Excess means extra. Suppose we are making a drop. ഡ്രോപ്പുകളെ നമ്മൾ ബബിൾ സർക്കിൾ ഷേപ്പിൽ വരയ്ക്കുന്നു. എന്താണ് ഡ്രോപ്പുകൾ സർക്കുലർ അല്ലാതെ ആകുന്നത്? അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാ ഡ്രോപ്പൊന്നും സർക്കുലർ ഒന്നല്ല. ചെറിയ ഡ്രോപ്പുകൾ സർക്കുലർ ഷേപ്പിലേക്ക് വയ്ക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് പരക്കണമാണ് ഇങ്ങനെ, അല്ലേ? അതിന് കാരണം ഇതിൻ്റെ വെയിറ്റ് കൂടുമ്പോൾ സൈഡ് താഴ്ന്നതാണ് കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ അത് സ്പെരിക്കൽ ഷേപ്പിൽ നിൽക്കും. വെയിറ്റ് കൂടുന്തോറും രണ്ട് സൈഡ് താഴേക്ക് ഇറങ്ങി അത് ഫ്ലാറ്റ് ആകും. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം ഇവിടെ, ഈ ഭാഗം ഇവിടെ മുട്ടി പിന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്യും. ആണ് എൻ്റെ നേച്ചർ. ഓക്കെ, so basically we can say a drop or a bubble or an air bubble in the spherical shape. Then the pressure outside, most cases the atmospheric pressure ആകണമെന്നില്ല, ഇല്ലാത്തതും എൻട്രൻസ് ചോദിക്കാറുണ്ട്. pressure outside, you can call just pressure outside, and the pressure inside is higher than the pressure outside. Pressure inside is higher than the pressure outside. ന്യായമായും കുട്ടികൾക്ക് ഇതുപോലെ കൺഫ്യൂസ്ഡ് ഐഡിയ ആണ് കേട്ടോ. ന്യായമായും കുട്ടികൾക്ക് വരുന്ന സംശയമാണ്, ബബിളിങ്ങനെ അനങ്ങാണ്ട് നിൽക്കുമ്പോൾ, ഒരു ബലൂൺ വീർപ്പിച്ച് നിർത്തുമ്പോൾ ബലൂണിൻ്റെ ഉള്ളിലും പുറത്തും പ്രഷർ ഈക്വൽ ആകണ്ടേ, അല്ലേ? ഇവിടെ പ്രഷർ കൂടിയാലേ ഇത് ഇങ്ങോട്ട് പോരും. ഇവിടെ പ്രഷർ കൂടിയാൽ ബലൂൺ പൊട്ടും, പുറത്തേക്ക് പോകും, അല്ലേ? അപ്പോൾ ആരാണ് അതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്? ബലൂൺ ആകുമ്പോൾ ആ മെംബ്രെയിനാണ് അതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത് വിട്, ബലൂൺ വിട്. ഡ്രോപ്പ്, ബബിള്, സോപ്പ് ബബിൾ. സോപ്പ് ബബിളിൻ്റെ പ്രഷറിൽ എന്താണ് വ്യത്യാസം? അകത്തെ പ്രഷറിനേക്കാൾ കുറച്ച് പുറത്തെ പ്രഷറിനേക്കാൾ കുറച്ച് കൂടുതലാണ് അകത്തെ പ്രഷർ. എന്താ കാരണം? ദാറ്റ്സ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്നിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ നോക്കൂ. ദിസ് ഈസ് എ ലിക്വിഡ് ഫിലിം. ലിക്വിഡ് ഫിലിം ഹാസ് എ ടെൻഡൻസി ടു കൺട്രാക്ട്. ലിക്വിഡ് ഫിലിം ഹാസ് എ ടെൻഡൻസി ടു കൺട്രാക്ട്, മിനിമൈസ് ദി ഏരിയ. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. പരീക്ഷ പേപ്പറിൽ ചോദിക്കുന്നു, നിങ്ങൾ തല കുളിച്ചിറങ്ങുമ്പോൾ മുടി എന്തുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നു? അല്ലെങ്കിൽ ഒരു ബ്രഷ്, പെയിൻറ്റിംഗ് ബ്രഷ്, വെൻ ഡിപ്ഡ് ഇൻ വാട്ടർ ദി ഹെയർസ് ഓഫ് ദി പെയിൻറ്റിംഗ് ബ്രഷ് ക്ലിങ്സ് ടുഗെദർ. വൈ? ദി വാട്ടർ ഇൻസൈഡ് ദി ബ്രഷ്, വാട്ടർ ഇൻ ദി ഹെഡ്, ഇൻസൈഡ് ദി ഹ്യൂമൻ ഹെയർ ഹാസ് എ ടെൻഡൻസി ടു മിനിമൈസ് ദി ഏരിയ. ആസ് എ റിസൾട്ട് എവറിത്തിങ് ക്ലിങ് ടുഗെദർ ടു മിനിമൈസ് ദി ഏരിയ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഏരിയ മിനിമൈസേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയും ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടി സർഫസ് ടെൻഷൻ ഫോഴ്സ് ഇതിനെ ഉള്ളിലേക്ക് പിടിച്ചു പിടിക്കും. അപ്പോൾ ബബിള് കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. കൺട്രാക്ട് ചെയ്യാതെ ബബിളിനെ പിടിച്ചു നിർത്തുന്നത് പിന്നെ ആരാണ്? ഇവിടുത്തെ പ്രഷറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അകത്ത് ഇവിടുന്ന് പുറത്തേക്കുള്ള പ്രഷർ PI മസ്റ്റ് ബി ഈക്വൽ ടു ഔട്ട്സൈഡ് പ്രഷർ. പുറമത്തെ എയർ ഇങ്ങോട്ട് തള്ളുണ്ടാകും, സർഫസ് ടെൻഷനും ഇങ്ങോട്ട് തള്ളുണ്ടാകും, അല്ലേ? P0 പ്ലസ് അല്ലെങ്കിൽ
ഫോഴ്സ് ഡ്യൂ ടു അങ്ങനെയാണ് കുറച്ച് നല്ലത്. ഫോഴ്സ് ഡ്യൂ ടു ഇൻസൈഡ് പ്രഷർ ഈക്വൽസ് ഫോഴ്സ് ഡ്യൂ ടു ഔട്ട്സൈഡ് പ്ലസ് ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എന്ന് എഴുതിയാൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. പ്രഷർ ടേംസ് എഴുതുമ്പോൾ ഇവിടെയും പ്രഷർ ടേംസിൽ എഴുതണം. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ പ്രഷർ ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഇൻസൈഡ് പ്രഷർ ഫിലിമിനെ പുറത്തേക്ക് തള്ളുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫിലിമിനെ ഉള്ളിലേക്ക് തള്ളുന്നു, സർഫസ് ടെൻഷൻ പ്രഷറും ഫിലിമിനെ ഉള്ളിലേക്ക് തള്ളുന്നു. അപ്പോൾ നമുക്ക് ബാലൻസിങ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? പുറത്തേക്ക് തള്ളുന്ന പ്രഷർ ഡ്യൂ ടു ദി ഇൻസൈഡ് എയർ ഈക്വൽസ് ഫോഴ്സ് ഡ്യൂ ടു ദി ഔട്ട്സൈഡ് എയർ പ്ലസ് ഫോഴ്സ് ഡ്യൂ ടു ദി സർഫസ് ടെൻഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, പി ഐ മൈനസ് പി സീറോ ഈസ് നോൺ ആസ് എക്സസ് പ്രഷർ. The pressure difference between inside and outside is known as the excess pressure. മനസ്സിലായോ? Pressure due to the inside and outside is known as the excess pressure, Pi minus P0. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫോഴ്സ് ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ എക്സസ് പ്രഷറിൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞു, എങ്ങനെയാണ് ഫിലിം ബാലൻസ് ചെയ്ത് നിൽക്കുന്നതെന്ന് കണ്ടു. Now next part is to find the equation for the excess pressure. Next we can see the equation for the excess pressure. Okay. Okay. ഒരു ബബിൾ, സോപ്പ് ബബിൾ. ബബിൾ നല്ല ഡ്രോപ്പ് എന്നാലും ആയിക്കൊള്ളട്ടെ, ഡ്രോപ്പ്, ബെറ്റർ ടു ടേക്ക് ദി ഡ്രോപ്പ്. ബബിൾ ആകുമ്പോൾ രണ്ട് സർഫസ് ഒക്കെ എടുക്കണം. ഡ്രോപ്പ്, ഇറ്റ് ഹാവ് ഉള്ളിൽ വെള്ളം, പുറത്ത് എയർ, ഒരു സർഫസേ ഉള്ളൂ. പ്രഷർ ഇൻസൈഡ്, പ്രഷർ ഔട്ട്സൈഡ്. സോ its radius is r. Excess pressure. Excess pressure എപ്പോഴും നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ, കാരണം എക്സസ് പ്രഷർ കൂടെ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂട്ടിയാൽ ഇൻസൈഡ് പ്രഷർ കിട്ടും. എക്സസ് പ്രഷർ ഈക്വൽസ് പി ഐ മൈനസ് പി സീറോ. പി സീറോ ഇസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പി ഐ ഇസ് ദി ഇൻസൈഡ് പ്രഷർ. അപ്പോൾ എക്സസ് പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസൈഡ് പ്രഷർ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സസ് പ്രഷർ ഈക്വൽസ് പി ഐ മൈനസ് പി സീറോ. സോ ഫോഴ്സ് due to excess pressure. Force കാണാനായിട്ട് it is the pressure into area, Pi minus P0 into area equals Pi minus P0 into the surface area will be 4 pi r square. Surface area equals 4 pi r square. Okay, അപ്പോൾ ഫോഴ്സ് കിട്ടി. ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സർഫസ് എനർജി, സർഫസ് എനർജി ഫോഴ്സ് കിട്ടിയ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക ആദ്യം, എന്നിട്ട് സർഫസ് എനർജി കാണുക. വർക്ക് ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സപ്പോസ് ഡ്യൂ ടു ദിസ് ഫോഴ്സ് സ്ലൈറ്റ്ലി ദി സൈസ് ഈസ് ഇൻക്രീസിങ്. സപ്പോസ് ഡ്യൂ ടു ദി എക്സ്ട്രാ ഫോഴ്സ് സ്ലൈറ്റ്ലി ദി സർഫസ് ഈസ് ഇൻക്രീസിങ്, ദി റേഡിയസ് ഈസ് ഇൻക്രീസിങ് ബൈ dr. Suppose the radius is increasing by dr. So work equals force into displacement equals Pi minus P0 into 4 pi r square into dr, force into displacement. So this is the work. My aim is to relate it with the surface tension. Due to this, how much will be the increase in area? What is the original area? 4 pi r square. What is the new area? 4 pi. The radius is increased by dr, so r plus dr whole square. 4 pi into r plus dr whole square. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. 4 pi into r square plus 2r dr plus dr square. And dr square is negligibly small quantity because the increase in size is very, very small, and the square ennu parna ultra small, which I am dropping. So again I am converting this as 4 pi into r square plus 2r dr, neglecting the dr square. Or expand it, 4 pi r square into 4 pi 2r dr. 4 pi into 2r dr. This is new area. So what is the increase in area? അടുത്തത് increase in area. നോക്കിയോക്കോ. Equals പുതിയ ഏരിയ
4 pi r square plus 8 pi r dr minus പഴയ area 4 pi r square minus 4 pi r square. So it will be equal to 8 pi r dr. 8 pi r dr. That is the increase in surface area. So we have the work and increase in surface area. So can you calculate the surface tension or surface energy? S equals surface tension equals surface energy equals work divided by increase in area. Equals work is already calculated as Pi minus P0 into 4 pi r square dr. 4 pi r square dr divided by increase in area calculate 4 pi r square. Okay, better say the 8 pi r dr. 8 pi r dr. dr gets cancels, pi gets cancels. This will be 2, 1 r cancels. So it will be Pi minus P0 into r by 2. This is the surface tension. This is the surface tension. അങ്ങനെയാണെങ്കിൽ excess pressure calculate ചെയ്തൂടെ? Excess pressure equals Pi minus P0 equals 2s by r. The excess pressure inside a drop, extra pressure inside a drop is 2s by r. ഇവിടെ ഓർക്കുക ഡ്രോപ്പിൻ്റെ നമ്മൾ ചെയ്തിട്ടുള്ളൂ because drop was only one surface. Drop was only one surface. If you are taking a air bubble is inside the water. Air bubble is inside the water. Okay. So water is making these things. Water has a tendency to minimize the area. Okay. Now, അങ്ങനെ വരുമ്പോൾ it have only one surface again. ഇവിടെ air ആണ്, ഇവിടെ water ആണ്. It have only one surface. ഇനി സോപ്പ് ബബിൾ ആണെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞു സോപ്പ് ബബിൾ ഉള്ളിലെ എയർ, പുറത്ത് എയർ, ഇവിടെ ഫിലിം. സോ ഇറ്റ് ഹാവ് 2 സർഫസസ്. അപ്പോൾ Pi minus P0 will be equal to 2s by r is for one surface into 2. അപ്പോൾ ഓരോ പ്രോബ്ലം ഇതിൽ തരുമ്പോഴും അവിടെ എത്ര സർഫസ് ഫോം ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയിട്ട് വേണം ഈ പാർട്ട് ചെയ്യാനായിട്ട്. സർഫസ് മാറുന്നതനുസരിച്ച് 2 ഇടണോ 4 ഇടണോ, 2 കൂടുതലില്ല, ബിക്കോസ് 2 ഇതേ ഉള്ളൂ. So this pressure is maintaining the shape. Okay, ഇത് വെച്ച് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഒരു ചെറിയ ബബിൾ വലിയ ബബിൾ ആകുമ്പോൾ എത്ര എക്സസ് പ്രഷർ ഉണ്ടായി, എത്ര വർക്ക് ഉണ്ടായി, ഇതൊക്കെ സ്ഥിരമായ ചോദ്യങ്ങളാണ് ബോർഡ് എക്സാമിനേഷന്. അല്ലെങ്കിൽ ഒരു ബബിള് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഡ്രോപ്പ് സ്പ്രേയറിൽ വെച്ചിട്ട് 1000 ഡ്രോപ്പായി മാറുമ്പോൾ സർഫസ് ഏരിയ കുറേ കൂടിപ്പോയി അല്ലേ, എത്ര വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ പറയും വർക്ക് ഈക്വൽസ് സർഫസ് എനർജി ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ചോദ്യം മനസ്സിലായ? ഒരു ബബിള് 4 ബബിളായിട്ട് മുറിയുമ്പോൾ ഷുവർലി സർഫസ് ഏരിയ ഇസ് ഇൻക്രീസിങ്. ഹൗ മച്ച് വർക്ക് യു ഹവ് ടു ഡു? ഇത് എസ് ഈക്വൽസ് വർക്ക് ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ ഏരിയ. ലിക്വിഡ് സർഫസ് ടെൻഷൻ തരും, ഇതിൻ്റെ സർഫസ് ഏരിയ കാണുക, ഈ 4 ബബിളിൻ്റെ സർഫസ് ഏരിയ കാണുക. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദി വർക്ക്. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് പരീക്ഷ പേപ്പറിൽ. എൻട്രൻസിലും ബോർഡ് എക്സാമിനേഷനും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ട്രൈ ടു ഡു ഇറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കാപ്പിലറി റൈസ്. ഓക്കെ ഓക്കെ നൗ ലെറ്റ് us go to the next concept, that is the concept of the capillary rise. So do you know what is a capillary tube? Actually, it is a glass tube with a very narrow bore. Glass tube of thickness small എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും ഗ്ലാസ്. ഇപ്പോൾ ഗ്ലാസ്സിന് കനം ഉണ്ടാകും, ഈ വണ്ണൊക്കെയുള്ള ഗ്ലാസ് ട്യൂബായിരിക്കും. പക്ഷേ എൻ്റെ ഗ്ലാസ് വളരെ കൂടിയിട്ട് എൻ്റെ ഉള്ളിലുള്ള ഹോള്, എൻ്റെ ബോറ് വെരി നാരോ ഇൻ ദി ഓർഡർ ഓഫ് മില്ലിമീറ്റേഴ്സ്. തലമുടി നാര് കിടക്കാവുന്ന പോലെയോ വളരെ കനം കുറഞ്ഞൊരു ഫൈബർ കിടക്കാവുന്ന ചെറിയൊരു ഹോൾ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മൈക്രോസ്കോപ്പിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ വലുപ്പത്തിൽ കാണും. പക്ഷേ എ സ്മോൾ ഹോൾ ഇൻസൈഡ്, മറ്റൊക്കെ ഗ്ലാസ്.
ആൻഡ് ഇങ്ങനെയുള്ളൊരു ഗ്ലാസ് ട്യൂബിനെയാണ് നമ്മൾ അല്ലാണ്ട് നമ്മൾ ചെറിയ ഗ്ലാസ് വളരെ കനം കുറഞ്ഞ ഗ്ലാസ് എടുത്താൽ കയ്യിൽ പിടിക്കാൻ പറ്റില്ല, ഒടിഞ്ഞു പോകും. തിക്ക് വോള് നാരോ ബോൾ ഇസ് കോൾഡ് കാപ്പിലറി ട്യൂബ്. ഈ കാപ്പിലറി ട്യൂബ് ഒരു വെള്ളത്തിൽ ഒരു ലിക്വിഡിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് നമ്മളിവിടെ പറയുന്നത്. അതിന് മുന്നേ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം വിട്ടുപോയത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അതായത് നമ്മളൊരു ബബിൾ എടുക്കുമ്പോൾ ഇവിടെ എക്സസ് പ്രഷർ വന്നു എന്ന് പറഞ്ഞു. അതിന് കാരണം ഞാൻ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി കൺട്രോൾഡ് ബൈ ദിസ് കർവേച്ചർ. ഈ കർവേച്ചർ വന്നിടത്തൊക്കെ എക്സസ് പ്രഷർ ഉണ്ടാകും. കർവേച്ചർ വന്നിടത്ത് എക്സസ് പ്രഷർ ഉണ്ടാകും. അതിന് കാരണം എത്രയേ ഉള്ളൂ, ഒരു അത്യാവശ്യം വേണ്ടി ഞാനത് പറഞ്ഞത്. സപ്പോസ് ഇവിടെ ലിക്വിഡ്, ഇവിടെ എയർ, ദിസ് ഈസ് ദി കേസ് ഓഫ് ഡ്രോപ്പ് അല്ലേ. അപ്പോൾ പ്രഷർ എങ്ങോട്ടാണ്, എക്സസ് പ്രഷർ എവിടെയാണ് ഉണ്ടാകുക? നമ്മൾ പ്രൂവ് ചെയ്തെടുത്തു ഇതിൻ്റെ അകത്താണ് എക്സസ് പ്രഷർ ഉണ്ടാകുന്നത്, PI - P0. ആർക്കും സംശയങ്ങളില്ല. ദിസ് വിൽ ബി കോംപ്ലക്സ് വെൻ ദർ ഈസ് എ സോപ്പ് ബബിൾ. ഇവിടെ എയർ, ഇവിടെ സോപ്പ്, ഇവിടെ വീണ്ടും എയർ. പ്രഷർ എവിടെ ഉണ്ടായി? ഇത് രണ്ടും എയർ തന്നെയല്ലേ. പ്രഷർ എവിടെ ഉണ്ടായത്? അപ്പോൾ നമ്മൾ പറയുന്നു അഗെയിൻ ഇറ്റ് ഈസ് ഇൻസൈഡ് ഡ്യൂ ടു ദി കർവ്ഡ് നേച്ചർ. ഈ സ്പെരിക്കൽ നേച്ചറാണ് ഇതിൻ്റെ കാരണം. അല്ലെങ്കിൽ ഒരു എയർ ബബിൾ ഉണ്ടാകുന്ന എപ്പോഴാണ്? ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു എയർ ബബിൾ ഉണ്ട്. ഇവിടെ വാട്ടർ, ഇവിടെ എയർ. അപ്പോൾ എല്ലാവരും സംശയം, വാട്ടറല്ലേ സർഫസ് ടെൻഷൻ ഉണ്ടാക്കിയത്? വാട്ടറാണ് സർഫസ് ടെൻഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെയല്ലേ എക്സസ് പ്രഷർ നേരത്തെ പോലെ ലിക്വിഡിലാണോ ഉണ്ടെന്നല്ല. അഗെയിൻ എക്സസ് പ്രഷർ ഈസ് ഇൻസൈഡ് ദി കർവ്ഡ് നേച്ചർ. അപ്പോൾ ഈ കർവ്ഡ് സർഫസ് ആണ് എക്സസ് പ്രഷറിന് കാരണം. അത് നമ്മൾ ഇനി പലയിടത്തും കാണും. പക്ഷേ ഇവിടെ അത് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു കേട്ടോ. നൗ കം ടു ദി പോയിന്റ്. ഇതിൻ്റെ അകത്ത് ഞാനൊരു കാപ്പിലറി ട്യൂബ് ഇറക്കിയിരിക്കുന്നു. എളുപ്പത്തിന് വേണ്ടി ഇത്തിരി വലിപ്പത്തിൽ വരച്ചു കേട്ടോ. ഉള്ളിൽ വരയ്ക്കുന്നത് കാണാനാണ്. നാരോ ബോറിൽ വരയ്ക്കാൻ പറ്റില്ല. ദെൻ വി നോട്ടീസ് ദാറ്റ് the liquid rises in the capillary tube. A liquid rises in the capillary tube and comes to a level and just like this. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു കാപ്പിലറി ട്യൂബ് ഇറക്കി വെച്ചാൽ ഉടനെ കാപ്പിലറി ട്യൂബിൽ ലിക്വിഡ് പൊങ്ങുന്നതായിട്ട് കണ്ടു. ഇറ്റ് ഈസ് കോൾഡ് കാപ്പിലറി റൈസ്. ഇറ്റ്സ് കോൾഡ് കാപ്പിലറി റൈസ് ആൻഡ് ദി അപ്പർ സർഫസ് ഈസ് എ മെനിസ്കസ്, കോൺകേവ് മെനിസ്കസ്. വരയ്ക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ കോൺകേവ് പോലെ ഒരു ബൗള് പോലെയാണ് അപ്പർ സർഫസ് നിൽക്കുന്നത്. ബട്ട് ഇൻ മെർക്കുറി ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ്, രണ്ട് മൂന്ന് കൊച്ചു ചോദ്യങ്ങൾ. മെർക്കുറിയിലാണ് നിങ്ങളൊരു കാപ്പിലറി ട്യൂബ് വയ്ക്കുന്നതെങ്കിൽ ദർ ഇസ് നോ കാപ്പിലറി റൈസ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദി മെർക്കുറി ലെവൽ ഗോസ് ഡൗൺ, എ കാപ്പിലറി ഡിപ്രഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് കാപ്പിലറി റൈസ് ഉണ്ടാകുന്നു. എഗെയിൻ സർഫസ് കോൺകേവ് അല്ല, സർഫസ് വിൽ ബി കോൺവെക്സ്. ദി സർഫസ് വിൽ ബി കോൺവെക്സ്. കാപ്പിലറി ഡിപ്രഷൻ, നെഗറ്റീവ് കാപ്പിലറി റൈസ്. ഇവിടെ മെനിസ്കസ് വിൽ ബി കോൺവെക്സ് ഇൻ നേച്ചർ, ഇവിടെ മെനിസ്കസ് വിൽ ബി കോൺകേവ് ഇൻ നേച്ചർ. അപ്പോൾ അതിന് ജനറൽ തിയറി ഇത്രയേ ഉള്ളൂ. ഇഫ് ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് ലെസ് ദാൻ 90 degree, angle of contact is less than 90 degree, the capillary rise and concave meniscus. If the capillary rise is above 90 degree, this will happen. Mercuryയുടെ angle of contact 130 ആണ്. So surely capillary depression. അടുത്ത ചോദ്യം, capillary റൈസിൻ്റെ കാരണം എന്താണ്? What is the reason for the capillary rise? Next question, what derive a formula for the capillary rise? പിന്നെ കാപ്പിലറി റൈസിൻ്റെ ഇമ്പോർട്ടൻസ് അതിപ്പോൾ തന്നെ പറയാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കാപ്പിലറി ഹോൾസ്, ഈ മണ്ണിലൊക്കെ വെള്ളം നിൽക്കുന്ന കാപ്പിലറി ഹോൾസ് വഴി പുറത്തേക്ക് വരുന്നു. നമ്മുടെ കാപ്പിലറി ഹോളിലെ പ്രഷർ കാരണം ലിക്വിഡ് പുറത്തേക്ക് വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് മണ്ണിൽ. അല്ലെങ്കിൽ നമ്മൾ കത്തിക്കുന്ന വിളക്കിൽ തിരിയിട്ട് എണ്ണ വിളക്ക് കത്തിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ട്, മണ്ണെണ്ണയോ എണ്ണയോ എടുത്ത് ഇങ്ങനെ ഒരു തിരിയൊക്കെ ഇട്ടിട്ട് ഇത് കത്തിക്കുമ്പോൾ ഇവിടേക്ക് ഈ മണ്ണെണ്ണ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ അമ്മൂമ്മ പറയും, ഇതായി തിരിയുമക്കൂടെ വരുന്നു. എങ്ങനെയാണ്? തിരിയുടെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂടെ കാപ്പിലറി റൈസ് ആണ്, അല്ലാണ്ട് മുകളിലേക്ക് പൊങ്ങുന്നില്ലത്. കാപ്പിലറി റൈസ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാപ്പിലറി റൈസ് നമ്മൾ കാണുന്നുണ്ട്. ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഫിനോമിന. അടുത്ത കാപ്പിലറി റൈസിൻ്റെ കാരണം എന്താണ്? ദാറ്റ് ഈസ് ഡ്യൂ ടു ദിസ് ഷേപ്പ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇവിടെ ലിക്വിഡിന് പ്രഷർ ഉണ്ട്, ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടാകുന്നു.
ഇത് നിങ്ങൾ ഇതിവിടെ ഇറക്കി വെക്കുന്നതിന് മുന്നേ ഇവിടെ ഒരേ ലെവലാണ്, ഇവിടെയൊക്കെ അറ്റ്മോസ്ഫിയറാണ്. അതിലേക്കാണ് ഈ ട്യൂബ് ഇറക്കി വെച്ചത്. ട്യൂബ് ഇറക്കി വെച്ച ഉടനെ തന്നെ ഇവിടെ ഒരു മെനിസ്കസ് ഉണ്ടായി. ആംഗിൾ ഓഫ് കോണ്ടാക്ട് കാരണം മെനിസ്കസ് ഉണ്ടായി. മെനിസ്കസ് കാരണം ഉടനെ ഇവിടുത്തെ പ്രഷർ അങ്ങോട്ട് മാറി, PI. അടുത്ത പ്രഷർ മാറുന്നു. അതേപോലെ കെർവിഡിലെയാണ് പ്രഷർ മാറുക. പ്രഷർ മാറിയപ്പോൾ അത് കൂടിയോ കുറഞ്ഞോ? കൂടുതലാണ്. പ്രഷർ കുറച്ച് കൂടി. പ്രഷർ കൂടിയപ്പോൾ ഇവിടെ ഓൾറെഡി പ്രഷർ കുറഞ്ഞ ഏരിയയാണ്. ഇവിടെ പ്രഷർ പെട്ടെന്ന് കൂടുന്നു. സോ ടു ബാലൻസ് ദിസ് വൺ, ഡ്യൂ ടു ദിസ് പ്രഷർ there comes a force. സെയിം ലെവല് സെയിം പ്രഷറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം ലെവല് സെയിം പ്രഷറാണ്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കാൻ പറ്റില്ല ഇതിനെ. സോ ദി ലിക്വിഡ് ഗോസ് അപ്പ് so that the force due to excess pressure will lift a certain quantity of liquid. It will lift a certain quantity of liquid. Excess pressure ne equivalent ആയിട്ടുള്ള, excess pressure will create a force. ആ ഫോഴ്സിന് ഇക്വിവലൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി വെള്ളത്തിൻ്റെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം, MHdG. അവിടേക്കൊക്കെ നമ്മൾ എത്തും. സോ ഇറ്റ് വിൽ ലിഫ്റ്റ് അപ്പ് സോ ദാറ്റ് ഇറ്റ് ഗോസ് ജസ്റ്റ് ലൈക്ക് ദിസ്. എക്സസ് പ്രഷർ വിൽ മാനേജ് ദിസ് ലിക്വിഡ് കോളം. ഓക്കെ, അതാണ് എൻ്റെ കാരണം. അപ്പോൾ കർവേച്ചറാണ് കാരണം. കർവ് കാരണം മുകളിലുണ്ടായ എക്സസ് പ്രഷറാണ് വെള്ളത്തിനെ ബാലൻസ് ചെയ്ത് മുകളിലേക്ക് പൊക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊരു ഫോർമുല ഡിറൈവ് ചെയ്ത് നോക്കുക. ഇത്തിരി വലുതാക്കി ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ ഡ്രോയിങ്സ് എളുപ്പമില്ല. ദിസ് ഈസ് ദി ലിക്വിഡ്. ഒരു കോൺകേവ് ബൗൾ ക്യാൻ ബി അസ്യൂംഡ് ആസ് എ പാർട്ട് ഓഫ് എ സ്പിയർ അല്ലേ? ലെൻസ് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ബൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിയറിൻ്റെ പാർട്ടാണ്. അതിൻ്റെ റേഡിയസ് ഉണ്ട്. ഇവിടെയാണ് സെൻറ്റർ എങ്കിൽ ദിസ് വിൽ ബി ദി റേഡിയസ്. പക്ഷെ അത് ട്യൂബിൻ്റെ റേഡിയസ് അല്ല. ആ ബൗൾ എന്തിൻ്റെ പാർട്ടായിരുന്നു? അതിൻ്റെ റേഡിയസ്. ട്യൂബിൻ്റെ റേഡിയസ്, ട്യൂബിൻ്റെ സെൻറ്റർ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഈസ് ദി റേഡിയസ് ഓഫ് ദി ട്യൂബിൻ്റെ റേഡിയസ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. കോഹീസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ ഇതാണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. Mathematically you can prove that if this is theta, this also theta. Okay. Now what is excess pressure? Inside pressure is Pi, outside pressure is say P0. Better to say this as the outside pressure P0 because this is outside air. Agatha pressure Pi, inside pressure. Okay, outside pressure, inside pressure. ഓക്കെ, സോ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ കറക്ഷൻ ഞാനിവിടെ ചെയ്യണം. ഈ പോയിന്റിനെ എ എന്ന് വിളിക്കാം, കൗണ്ടർ പോയിന്റ് ബി. അപ്പോൾ ഇതിന് വേണേൽ പ്രഷർ ഔട്ട്സൈഡ്, ഇത് പ്രഷർ ഇൻസൈഡ് എഴുതാം. എന്നാലാണ് നമുക്ക് എളുപ്പം. കാരണം കർവ് കോൺകേവിൻ്റെ ഉള്ളിലാണ് ഇൻസൈഡ് പ്രഷർ എന്ന കൺസെപ്റ്റിൽ. മറിച്ച് ചെയ്താൽ ആൻസർ ശരിയാവും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രഷർ Pi, ഈ പോയിന്റിലെ പ്രഷർ P0. മനസ്സിലായോ? ഈ പോയിന്റിലെ പ്രഷർ P0, ഈ പോയിന്റിലെ പ്രഷർ Pi. ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? അടുത്ത പ്രഷർ എന്തായിരിക്കും? ഇവിടെയും സെയിം പ്രഷർ ഉണ്ട്. ദിസ് ഈസ് ദി അറ്റ്മോസ്ഫിയർ പ്രഷർ. സോ ദിസ് ഈസ് ഓൾസോ ദി അറ്റ്മോസ്ഫിയർ പ്രഷർ Pi. ദിസ് ഈസ് അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ Pi ആണ് എടുത്തെങ്കിൽ അത് ഞാൻ നേരത്തെ P0 എന്ന് എടുത്തേ. P0 എടുത്ത് ചെയ്യാൻ കുഴപ്പമില്ല. അറ്റ്മോസ്ഫിയർ പ്രഷർ Pi ആണെങ്കിൽ ഇവിടുത്തെയും അറ്റ്മോസ്ഫിയർ പ്രഷറാണ് Pi ആണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ എയിൽ Pi ഈസ് ദി പ്രഷർ. ഇവിടെ Pi ഈസ് ദി പ്രഷർ, എക്സസ് പ്രഷർ. ഇനി എക്സസ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാലോ. ബൗളിൻ്റെ ഉള്ളിലെ പ്രഷർ മൈനസ് ഔട്ട്സൈഡ് പ്രഷർ ഈക്വൽസ്, നമ്മുടെ കണക്കനുസരിച്ച് ഒരു ഫിലിമാണ് അവിടെ ഉള്ളത്, ഒരു സർഫസ് ഉള്ളത്. സോ ഇറ്റ് വിൽ ബി 2s ബൈ ബൗളിൻ്റെ റേഡിയസ്. സൂക്ഷിക്കണം, ബൗളിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, 2s ബൈ ബൗളിൻ്റെ റേഡിയസ്. ഇനി ആ ബൗളിൻ്റെ റേഡിയസ് ഒന്ന് നമുക്ക് മാറ്റാം. എങ്ങനെ? We don't know the radius of the bowl, we know the radius of the capillary tube. ഇവിടെ നോക്കി എഴുതാലോ, cos theta equals R by S. So, R by capital R. So, capital R equals R by cos theta. Substitute here. So, Pi minus P0 equals 2s divided by R cos theta here. 2s cos theta by R. Put the equation number 1. Pi minus P0. അല്ലെങ്കിൽ Pi equals, അത് കഴിഞ്ഞിട്ട് ഇക്വേഷൻ മാർക്ക് ചെയ്താൽ മതി. Pi equals P0 plus
2s cos theta divided by r. Now what is the pressure at A? Pressure at A equals Pi, the atmospheric pressure. Pressure at B എന്തായിരിക്കും? Pressure at B. ബിനെ പ്രഷർ കൊടുക്കുന്ന ആരാണ്? ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പ്രഷർ ടു ബി ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ HDG നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ലിക്വിഡ് കോളം എത്ര പ്രഷർ എക്സെപ്റ്റ് ചെയ്യും? H ആണ് കാപ്പിലറി ഹൈറ്റ് എങ്കിൽ ദി പ്രഷർ എക്സെപ്റ്റഡ് വിൽ ബി HDG. അതിൻ്റെ മുകളിൽ എയർ ഉണ്ട്, എയറിൻ്റെ പ്രഷർ PI ആണ്. അപ്പോൾ ബിക്ക് മുകളിലുള്ള ടോട്ടൽ പ്രഷർ എത്രയാണ്? ഇവിടെ വരെയുള്ള പ്രഷർ HDG, അതിൻ്റെ മുകളിലുള്ള പ്രഷർ PI. സോ വി ക്യാൻ സേ പ്രഷർ ടു ബി ഈക്വൽസ് HDG പ്ലസ് PI. HDG plus PI. Pressure at A and B must be same. Pressure at A and B must be same. ഇവിടെ വരെയുള്ള പ്രഷർ HDG, സോറി PI അല്ല, ഇവിടുത്തെ പ്രഷർ P0. പ്രഷർ P0. ഈ പോയിന്റിലെ പ്രഷർ P0 നമ്മൾ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴെയുള്ള H, അതിൻ്റെ പ്രഷർ HDG. പാസ്കൽ അനുസരിച്ച് എയിലും ബിയിലും സെയിം പ്രഷർ തന്നെ, സെയിം ലെവൽ സെയിം പ്രഷർ. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PI equals HDG plus P0. PI minus P0 equals HDG. ഇക്വേറ്റ് ചെയ്യുക. ഇവിടെയും PI minus P0 നമുക്ക് കിട്ടും. PI minus P0 ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. PI minus P0 is 2 cos theta divided by R. ഇക്വേറ്റ് ചെയ്യുക. One moment. ഇക്വേറ്റ് ചെയ്ത് എന്ത് കിട്ടി? ഇതിനൊന്നും ആവശ്യമില്ല. ടു എസ് കോസ് തീറ്റ ബൈ ആർ PI മൈനസ് P0. ഇവിടെ കിട്ടി PI മൈനസ് P0 ഈക്വൽസ് HDG. അതേ പറഞ്ഞ എക്സസ് പ്രഷർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പുള്ളിങ് ദി വാട്ടർ. അപ്പോൾ അതാ വാട്ടർ പുള്ളി ചെയ്ത വാട്ടർ, ഇത് എക്സസ് പ്രഷർ. രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ H കാൽക്കുലേറ്റ് ചെയ്യാം. കാപ്പിലറി ഹൈറ്റ് H ഈക്വൽസ് 2s cos theta divided by RdG. H equals 2s cos theta divided by RdG. അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ടേംസിൽ എഴുതാം. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. കാരണം ചില ബുക്കുകളിൽ ഡിപ്പെൻസ് ഓൺ ഡെറിവേഷൻ ദേ ആർ ആസ്കിങ്. എസ് ആണ് സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇങ്ങനെ വരുന്നു. S equals HDGR by 2 cos theta. ഇതാണ് ഉപയോഗിക്കാം. ഇതാണ് NCERT ബുക്കിലെ കൂടുതൽ എഴുതിയിട്ടുള്ള ഫോർമുല. S equals HRDG by 2 cos theta എന്ന് എഴുതും. HRDG by 2 cos theta. പ്രോബ്ലം ചെയ്യാനായിട്ട് ഒരു എളുപ്പവഴി കൂടി ആലോചിക്കുക. ഫോർ മോസ്റ്റ് ഓഫ് ദി വെറ്റിംഗ് ലിക്വിഡ്സ്, തറയിൽ പരക്കുന്ന വെറ്റിംഗ് ലിക്വിഡ്സ്, നമ്മുടെ ഗ്രീസ്, ഓയിൽ പോലത്തെ അല്ലാത്ത സാധാരണ വെള്ളം, മണ്ണെണ്ണ, വെളിച്ചെണ്ണ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ തീറ്റ ഈസ് വെരി സ്മോൾ. വെള്ളത്തിൻ്റെ തീറ്റ 10 ഡിഗ്രി ആണ്, നിയർലി 10 ഡിഗ്രി ഓർ ലെസ് ആണ്. ഓക്കെ, വെള്ളം തറയിൽ പോകുമ്പോൾ, ഗ്ലാസ്സുമ പോകുമ്പോൾ, ഗ്ലാസ്സുമ വെറ്റ് ചെയ്യുന്നവരെ, നനയ്ക്കുന്നവരെ നോക്കുക, അവരുടെ സർഫസ്, അവരുടെ തീറ്റ വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ കോസ് തീറ്റ ക്യാൻ ബി സിംപ്ലി ഡ്രോപ്ഡ്. അപ്പോൾ നമ്മൾ പറയും ഫോർ ഓർഡിനറി ലിക്വിഡ്സ് S ഈക്വൽസ് HRDG by 2. ഓർക്കാനുള്ള കാര്യം ഇങ്ങനെയാണ്, പ്രോബ്ലത്തിൽ അവർ തീറ്റ തന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തീറ്റ നെഗ്ലക്ട് ചെയ്യാൻ പറയാം, ചിലപ്പോൾ തീറ്റ തരാണ്ടെന്ന് യു സിംപ്ലി ഡ്രോപ്പ് ദി തീറ്റ. അതർവൈസ് കാപ്പിലറി സർഫസ് ടെൻഷൻ ഈക്വൽസ് കാപ്പിലറി റൈസ് ഇൻറ്റു RdG by 2 cos theta. So this is the relation between the surface tension and capillary height. Okay, so I am winding up. പഴയ പേപ്പറിൽ ഒരു ചോദ്യം ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ MCQ ചെയ്യുമ്പോൾ കൂടുതൽ നിറയെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യും. ഉടനെ നമ്മൾ MCQ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ചെയ്യും കേട്ടോ. ഒരു ബീക്കറിൽ കാപ്പിലറി ട്യൂബ് ഇറക്കി വെച്ചു, വെള്ളം ഇത്രയ്ക്ക് പൊങ്ങി. ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. വെള്ളം 10 സെൻറ്റിമീറ്റർ പൊങ്ങി, ഇത്ര പൊങ്ങി. അപ്പോൾ എൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ട്യൂബ് അങ്ങോട്ട് മുറിച്ച് കളഞ്ഞത് ഇത്രയ്ക്കാക്കിയെന്നില്ല. കാപ്പിലറി റൈസിനേക്കാൾ ലെങ്ത്ത് കുറഞ്ഞു, ഇൻസഫിഷ്യൻറ്റ് ലെങ്ത്ത്. അപ്പോൾ ഇങ്ങനെ പൊങ്ങിയ വെള്ളം പുറത്തേക്ക് പോയിട്ട് ഫൗണ്ടൻ പോലെ വരുമോ എന്നുള്ളതാണ്. ഫൗണ്ടൻ പോലെ വരുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മനസ്സിലായല്ലോ? അത് വരില്ല.
കാരണം ഇവിടെ എത്തുമ്പോൾ ഈ മെനിസ്കസ് വിൽ അഡ്ജസ്റ്റ് സോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ടു ഓവർഫ്ലോ. അതിൻ്റെ തിയറി കാൽക്കുലേഷൻ നമുക്ക് പഠിക്കാല്ലാത്തതാണ് ഞാൻ ചെയ്യണില്ല. ഈ ചോദ്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. മുകളിലെത്തുമ്പോൾ അത് ലെവല് കഴിഞ്ഞാൽ അവിടെ നിൽക്കും, അത് പിന്നെ ഓവർഫ്ലോ ചെയ്യില്ല. ഇഫ് ദർ ഈസ് നോ ഗ്ലാസ് ട്യൂബ് ഇറ്റ് വിൽ നോട്ട് ഓവർഫ്ലോ. ഇഫ് ദർ ഈസ് നോ ഗ്ലാസ് ട്യൂബ് ഇറ്റ് വിൽ നോട്ട് ഓവർഫ്ലോ. അതുപോലെ തന്നെ ഇത് ചോദിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തമാശയുള്ള ചോദ്യമാണ്. സപ്പോസ് ഐ എം ടേക്കിംഗ് മെർക്കുറി. ഈ ട്യൂബിനൊരു ചെറിയ ഹോള്, മെർക്കുറി ലീക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ട്യൂബ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കാപ്പിലറി. ഒരു കാപ്പിലറി പോലെ കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ മെർക്കുറി ഇറങ്ങി വന്ന് ഒരു ലെവലെത്തുമ്പോൾ, ഇത്രയ്ക്ക് എത്തുമ്പോൾ മെർക്കുറി തന്നെ തൻ്റെ കാപ്പിലറി ഡിപ്രഷൻ ഇവിടെ ഉണ്ടാക്കും, ഒരു സർട്ടൻ കാപ്പിലറി ഡിപ്രഷൻ. പിന്നെ അങ്ങോട്ട് ഓവർഫ്ലോ പാടില്ല എന്നുള്ള നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ ലിക്വിഡ് വിൽ നോട്ട് ഗോ, അത് എംറ്റി ആവില്ല. ഈ ലിക്വിഡ് പോയിട്ട് ഇതിങ്ങനെ നിൽക്കും. ഇത് മെർക്കുറിയുടെ പ്രത്യേകതയാണ്. മെർക്കുറിയുടെ ബോട്ടിലിന് താഴെ ഇഫ് ദർ ഇസ് എ ഹോൾ, കാപ്പിലറി ഹോൾ, ലിക്വിഡ് വിൽ നോട്ട് ഫുള്ളി എംറ്റീഡ്, കുറച്ച് എത്തി അവിടെ നിൽക്കും. ദാറ്റ് ഈസ് ഡ്യൂ ടു ദി കാപ്പിലറി റൈസ്. ഈ കാപ്പിലറി റൈസ്, കാപ്പിലറി ഡിപ്രഷൻ കാരണമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ മണ്ണെണ്ണ സ്റ്റൗ അല്ലേ, പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ സ്റ്റൗ, ആ മണ്ണെണ്ണ സ്റ്റൗവിലെ മുകളിലേക്ക് മണ്ണെണ്ണ വന്ന് കത്തുന്നതും ഈ കാപ്പിലറി റൈസ് തന്നെയാണ്. അതിലിടുന്ന തിരിയിലൂടെ മുകളിലേക്ക് മണ്ണെണ്ണ കാപ്പിലറി റൈസ് വഴിക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കാപ്പിലറി റൈസ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനിഹൗ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു, ബൈ ബൈ.